അയ്യോ, ജലദോഷം പിടിച്ചിട്ടുണ്ടല്ലോ. എന്താടാ ചെറുക്കാ, നിനക്കുണ്ടോ തുമ്മുന്നു? പുഴയിൽ നിന്ന് കുളിച്ച വിവരം മമ്മി അറിയില്ല. അറിഞ്ഞാൽ ഇപ്പൊ നല്ല ചീത്ത കൊള്ളും. എന്താ പൂസേ, നിനക്ക് പനിക്കുന്നുണ്ടോ? അല്ല മമ്മി, ചെറിയൊരു ജലദോഷം. അതെന്താടാ ജലദോഷം ഇത്ര ചെറുതായി പോയത്? അത് ആഹാ, നിനക്കും ജലദോഷം പിടിച്ചോ? ആ, എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. മമ്മിക്കും പിടിച്ചോ? എനിക്കല്ല, ദാ ഇവനും ജലദോഷമാണ്. നിങ്ങൾ രണ്ടുപേർക്കും ഇത് എവിടുന്ന് കിട്ടി ജലദോഷം? കുളിച്ചിട്ട് മര്യാദയ്ക്ക് തോർത്തിയില്ലേ? നമ്മൾ പുഴയിൽ നിന്ന് കുളിച്ച വിവരം മമ്മി അറിയില്ല. അറിഞ്ഞാൽ ഇപ്പൊ നല്ല ചീത്ത കൊള്ളും. അതെ അതെ, ഇങ്ങനെ ജലദോഷം പണി പറ്റിക്കുമെന്ന് നമ്മൾ അറിഞ്ഞോ? അത് തന്നെ. എന്താ രണ്ടുപേരും കൂടെ പിറവിറക്കുന്നത്? അയെങ്കിൽ പോയി കിടന്നോളൂ. തല മര്യാദയ്ക്ക് തോർത്താത്തത് കൊണ്ട് വന്നതായിരിക്കും. അല്ല മമ്മി, തല മര്യാദയ്ക്ക് തോർത്തന്നിട്ടൊന്നും വന്നതല്ല. ഇവന്മാർ രണ്ടും കൂടെ ഇന്നലെ പുഴയിൽ നിന്ന് കുളിച്ചു. എന്ത്? പുഴയിൽ നിന്ന് കുളിക്കാനോ? അതെ മമ്മി, ഇന്നലെ പാത്തുമ്മ പുഴയിൽ അലക്കാൻ പോയില്ലേ, അപ്പൊ ഇവന്മാർ രണ്ടും കൂടെ പുഴയിൽ ചാടി കുളിച്ചതാ. ആണോടാ? ഇവള് പറയുന്നത് ശരിയാണോ? അത് പിന്നെ മമ്മി, ഞങ്ങള് കുറച്ചു നേരം കൊതി കൊണ്ട് പുഴയിൽ ചാടി കുളിച്ചതാണ്. അതെ മമ്മി, കുറച്ചു സമയമേ കുളിച്ചുള്ളൂ. ആരോട് ചോദിച്ചിട്ടാടാ കുളിച്ചത്? നിങ്ങൾ പുഴയിൽ ഇറങ്ങുന്ന വിവരം എന്നോട് പറഞ്ഞോ? മമ്മി, ഞങ്ങൾ 100 തവണ പറഞ്ഞത് ഇവന്മാരോട് ഇറങ്ങണ്ട ഇറങ്ങണ്ട എന്ന്. എന്നിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാണ്ട് ഇറങ്ങിയതാ. ഒന്ന് മിണ്ടാതിരിയടി പീക്കിരി. മിണ്ടും, ഞാൻ മിണ്ടും. കാരണം നിങ്ങളോട് ഇന്നലെ ആ ബക്കറ്റും തൊടിയും ഇങ്ങ് എടുക്കാൻ പറഞ്ഞത് നിങ്ങൾ എടുക്കാണ്ട് വന്നതല്ലേ. ഞാനും പാത്തുമ്മയും കൂടെ അതെങ്ങനെയൊക്കെ ഒരുവിധം ഇങ്ങ് എത്തിച്ചത്. നിങ്ങളെ ജലദോഷം ഇങ്ങനെ നിങ്ങൾക്ക് പണി തരുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എന്താ ഇവിടെ ഒരു തുമ്മൽ മത്സരം? തുമ്മൽ മത്സരമോ? അതെ, ഇവിടെ ആരൊക്കെയോ മത്സരിച്ച് തുമ്മുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അത് ഇവന്മാരാ പാത്തുമ്മ. ഇന്നലെ പുഴയിൽ ചാടി കുളിച്ചില്ലേ, അതുകൊണ്ട് രണ്ടിനും കൂടെ ജലദോഷം പിടിച്ചു. ജലദോഷം പിടിച്ചെന്നോ? കിട്ടണം. എന്താടി നീ അങ്ങനെ പറയുന്നത്? പിന്നെ പറയാണ്ട് രണ്ടും കൂടെ എന്നെയും പറ്റിച്ചിട്ട് പുഴയിൽ ചാടി കുളിച്ചതാണ്. എന്നോട് പറഞ്ഞു അലക്കിയ തുണി മുഴുവൻ ഞങ്ങൾ അങ്ങ് വീട്ടിലേക്ക് എടുക്കാമെന്ന്. എന്നിട്ടോ എന്റെ സമ്മതം കിട്ടിയപ്പോൾ രണ്ടും കൂടെ പുഴയിൽ ചാടി കുളിച്ചു. കുളി കഴിഞ്ഞതും ഇവന്മാർ രണ്ടും ഒറ്റൊരോട്ടം. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ പാത്തുമ്മ. ആ, എന്നോട് കളിച്ചാൽ ഇങ്ങനെ കിട്ടും. രണ്ടിന്റെ അടുത്തും കുരുത്തക്കേട് നല്ലോണം കൂടുന്നുണ്ട്. നീ അങ്ങോട്ട് നിന്ന് തുമ്മ, എന്റെ മേത്ത് തെറിക്കുന്നു. നിന്നോടും കൂടിയാ പറയുന്നത്. നീ അങ്ങോട്ട് നിന്ന് തുമ്മ, എന്റെ മേത്തും തെറിക്കുന്നു. നിങ്ങളായിട്ട് തന്നെ വരുത്തിച്ചതല്ലേ, അനുഭവിച്ചോ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട. നിങ്ങൾ ഓരോരു കുരുത്തക്കേട് ഒപ്പിച്ചു വെക്കും, എന്നിട്ട് അതിന്റെ നൂലാമാല തീർക്കാൻ ഞാനും. സാരമില്ല കമലെ, അവർക്കൊരു അബദ്ധം പറ്റിയതല്ലേ. ഇവർക്ക് എപ്പം നോക്കിയാലും അബദ്ധം പറ്റൽ തന്നെയാണോ? നീ അത് വിട്ടുകളാ. ഇവർക്ക് നല്ല ആവി പിടിച്ചാൽ മാറുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ കുറച്ച് തുളസി വരച്ചിട്ട് വരാം. എന്നിട്ട് രണ്ടാളും നല്ലോണം ആവി പിടിക്കട്ടെ. രണ്ടുപേർക്ക് സമാധാനമായില്ലേ? ഇനിയിപ്പോ 2 ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ. അത് കേട്ടപ്പോ സമാധാനമായി. എനിക്കും. രണ്ടുപേരും നല്ലോണം ആവി പിടിച്ചിട്ട് റെസ്റ്റ് എടുക്ക്, എന്നാലേ വേഗം സുഖമാവുകയുള്ളൂ. ഓക്കെ മമ്മി. നീ എന്താ ഇങ്ങനെ വായും പൊളിച്ചു നിൽക്കുന്നത്? അല്ല, അത് പിന്നെ അവളെന്തിനാ വായും പൊളിച്ച് നിൽക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലായില്ലേ അപ്പൂസേ? ജലദോഷം പിടിച്ചത് കൊണ്ട് നമുക്ക് സ്കൂളിൽ പോകണ്ടല്ലോ 2 ദിവസം. പാവം, ഇവൾക്ക് കുളിക്കാനും പറ്റിയില്ല, ജലദോഷവും പിടിച്ചില്ല, അതുകൊണ്ട് സ്കൂളിലും പോകണം. നീ പീക്കിരി, നിനക്ക് കുറച്ച് ജലദോഷം വേണോ? ഒന്ന് പോടായിരുന്നേ. എനിക്ക് നിങ്ങളുടെ ജലദോഷവും ഒരു മണ്ണാങ്കട്ടയും വേണ്ട. നീ പോവുകയാണോ? ആ അതെ, എനിക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് 2 പേർക്ക് റെസ്റ്റാ. പുഴയിൽ നിന്ന് കുളിക്കാമായിരുന്നു. എങ്കിൽ എനിക്കും ജലദോഷം പിടിച്ചേനെ. അങ്ങനെയാണെങ്കിൽ എനിക്കും സ്കൂളിൽ പോകണ്ടായിരുന്നു. പറ്റിപ്പോയി. കിടക്കുന്ന കിടത്തം കണ്ടില്ലേ രണ്ടും? രണ്ടിനും ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ. എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ. എനിക്ക് മടിയാവുന്നു സ്കൂളിൽ പോകാൻ. ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ ഇന്ന്? എന്താടി പിങ്കി മോളെ ഇജ്ജ് ഒറ്റക്ക് നിന്ന് പെറുപിറുക്കുന്നത്? ഇജ്ജ് സ്കൂളിൽ പോകാൻ റെഡിയായില്ലേ? റെഡിയായി പാത്തുമ്മ, പക്ഷെ എനിക്ക് വയ്യ ഇന്ന് പോകാൻ. എന്താ, എന്ത് പറ്റി? നോക്ക് പാത്തുമ്മ, രണ്ടും കൂടെ കിടന്നുറങ്ങുന്നത്. ഞാൻ മാത്രം ഇന്ന് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകണം. അതവർക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ? അതാ ഞാനും പറയുന്നത്. എനിക്ക് മാത്രം ഒരിക്കലും ഒരു പനി പോലും പിടിക്കില്ല. ഇജ്ജ് എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ആദ്യമായിട്ട് ഒരാൾ പനി പിടിക്കില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് കാണുന്നത്.
എനിക്ക് വയ്യ ഇന്ന് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ. ആഹാ, എന്താ ഇവിടെ ഒരു ചർച്ച? എന്റെ കമലേ, ഇജ്ജ് കേട്ടോ എന്റെ മോള് പറയുന്ന വിശേഷം? എന്ത് വിശേഷം? അവൾക്ക് അസുഖം വരാത്തതിലുള്ള സങ്കടമാ. എന്ത് അസുഖം വരാത്തതിൽ സങ്കടമോ? അതേന്ന്, അവൾക്ക് സ്കൂളിൽ പോകാൻ വയ്യ പോലും. അവൾക്ക് ജലദോഷവും പനിയും പിടിക്കാത്തതിലുള്ള വിഷമത്തിൽ അവളുള്ളത്. ആണോടി പിങ്കി? അല്ല മമ്മി, പാത്തമ്മ വെറുതെ പറയുകയാ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആഹാ, ഇജ്ജാള് കൊള്ളാലോടി. ഞാനുണ്ട് അങ്ങനെയൊക്കെ പറയുന്നു. എനിക്ക് സ്കൂളിൽ പോകാൻ കൊതിയായിട്ടുണ്ട്. മമ്മി വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്. ഞാൻ പോകുന്ന സ്കൂളിലേക്ക്. ഹമ്പടി കേമി, മമ്മി മുന്നിൽ വന്ന് നിന്നപ്പോഴേക്കും അവളുടെ ആലും കോലം മാറി കണ്ടോ? ഞാൻ എത്ര നേരം ഇവിടെ നിന്ന് കിളിങ്ങിയത് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നും പറഞ്ഞേ. ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. മമ്മിയെ പേടിച്ചിട്ടല്ലേ നീ അങ്ങനെ പറയുന്നത്? മമ്മിയെ പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് സ്കൂളിൽ പോകാനുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ. എനിക്കെല്ലാം മനസ്സിലായി. വേഗം റെഡിയായിട്ട് സ്കൂളിലേക്ക് വിട്ടോ. സ്കൂളിൽ പോകാണ്ട് നിൽക്കാനുള്ള ഒരു പരിപാടിയും വേണ്ട. അയിട്ടാലത്തൊരു പായാരം ഇവിടെ നടക്കില്ല കേട്ടോ. കേട്ടു മമ്മി. എന്നാ വേഗം അടുക്കളയിലേക്ക് നടന്നോ, ഞാൻ എടുത്തു തരാം ഭക്ഷണം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇഞ്ച പൊന്നാര കോയികളെ, നിങ്ങൾ എല്ലാരും പുറത്താ ഉള്ളേ? ഇന്ന എല്ലാരും കൂടെ കൊത്തി തിന്നോ. എന്തേ, ആർക്കും ഒന്നും വേണ്ടേ? എന്റെ കോയിയെ ഇജെങ്കിലും ഒന്ന് തിന്നത്. ഇനിയിപ്പൊ ഞാൻ നിങ്ങൾക്ക് കോഴിമന്തി മൽഫാമൊക്കെ വാങ്ങിച്ചു തരേണ്ടി വരുമോ? നിങ്ങൾക്ക് ഇവിടുത്തെ ചോറും കറിയും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? എന്റെ പഠിച്ചോനെ, ഇതിറ്റിങ്ങൾ ഒരൊറ്റ മുട്ട പോലും ഇട്ടില്ലല്ലോ. ആരാ വരുന്നത്? ആരോ വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ടേക്ക് തന്നെയാണല്ലോ വരുന്നത്. ആരാ മനസ്സിലായില്ലല്ലോ. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ആരാ മനസ്സിലായില്ലല്ലോ. കമലയില്ലേ ഇവിടെ? ഞാൻ ഇവിടെ അടുത്തുള്ളതാ. കമല ഇവിടെയുണ്ട്, അവൾ അകത്തുണ്ട്. അടുത്തുള്ളതാണെന്ന് പറഞ്ഞാൽ എന്താ പേര്? എന്റെ പേര് സുമ. ഓ, അപ്പൊ ഇവളാണല്ലേ ആ പൊങ്ങച്ചക്കാരി സുമ. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഞാൻ ഇവിടെ പുതുതായി ജോലിക്ക് വന്നതാ. എന്റെ പേര് ഫാത്തിമ. പാത്തൂന്ന് വിളിക്കും. എന്റെ കമല വീണ്ടും ജോലിക്കാരിയെ വെച്ചോ? ഹോ, ഞാൻ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. അതാ വിവരമൊന്നും അറിയാതിരുന്നത്. അതിന് പറയാൻ മാത്രമുള്ള വിവരമൊന്നും ഇവിടെ ഉണ്ടായില്ല. നീ എന്താക്കുക എവിടുന്ന്? നീ കാണുന്നില്ലേ ഞാൻ എന്താക്കുകയാണെന്ന്? ഞാൻ ഇതിറ്റിങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വന്നതാ. ഈ കോഴികൾക്ക് ചോറും കറിയും ഒന്നും വേണ്ട. ഇവർക്കൊക്കെ ഷവർമയും ബർഗറും ഒക്കെ വേണ്ടതെന്ന് തോന്നുന്നു. എന്റെ വീട്ടിലുമുണ്ട് കുറേ കോഴികൾ. ദിവസവും എനിക്ക് 10-40 മുട്ട കിട്ടും. അതിന്റെ ഇടയ്ക്ക് ഇതൊന്നും ഒരു കോഴികളേ അല്ല. പിന്നെ ഇത് കോഴികളല്ലാണ്ട് ആടുകളാണോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് മനസ്സിലായി. എന്നാ ഞാനൊന്ന് കമലയെ കണ്ടിട്ട് വരാം. ചെല്ലി അവൾ അകത്തുണ്ട്. എന്റെ അടുത്ത് അവളുടെ തള്ളു. ഹോ, ദിവസവും അവൾക്ക് 10-40 മുട്ട കിട്ടും പോലും. അങ്ങനെയാണെങ്കിൽ അവൾക്കൊരു ഫാം തുടങ്ങിക്കൂടെ? അല്ല പിന്നെ. കമലേ, ആരിത്? സുമയോ? നിന്നെ 2-3 ദിവസമായല്ലേ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്? അതെ, ഞാൻ 2-3 ദിവസമായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. നീ എന്താക്കുകയാ? ബുക്ക് വായിക്കുകയാണോ? അതെ, വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. നിനക്ക് വീട്ടു ജോലിക്കൊക്കെ ഇപ്പൊ ആളുണ്ടല്ലേ? ഉണ്ട്. നീ പാത്തുവിനെ പരിചയപ്പെട്ടോ? ഞങ്ങൾ എപ്പോഴേ പരിചയപ്പെട്ടു. സുമേ, നീ ഇരിക്കി, ഞാൻ പോയിട്ട് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. വേണ്ട, ഞാൻ ഇപ്പോൾ ഷേക്ക് കുടിച്ച് വന്നിട്ടേ ഉള്ളൂ. എനിക്ക് രാവിലെ തന്നെ ഒരു മിൽക്ക് ഷേക്ക് നിർബന്ധമാ. ആണോ? ഞങ്ങൾക്ക് രാവിലെ തന്നെ കട്ടൻ കാപ്പിയാ നിർബന്ധം. നീ ഇങ്ങോട്ട് വന്നിരിക്കും സുമേ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ പാത്തുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. എന്നാ പിന്നെ ശരി, ഞാൻ പോട്ടെ കമലേ. ഇജെന്ത് പോക്കായി പോന്നത്? ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. കുറച്ച് സമയം കൂടി ഇരിക്കേ, നമുക്ക് എന്തെങ്കിലും സൊറയൊക്കെ പറഞ്ഞിരിക്കാം. അയ്യോ അതല്ല, എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോണം. അപ്പൊ ഇജ്ജ് സൗന്ദര്യത്തിന്റെ രഹസ്യം ബ്യൂട്ടി പാർലർ ആണല്ലേ? അയ്യോ അല്ല, എന്റെ ഒറിജിനൽ സൗന്ദര്യം തന്നെയാ. പിന്നെ ഞാൻ വെറുതെ എന്റെ ഈ കയ്യും കാലും ഒക്കെ ഒന്ന് പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാ. പിന്നെ പറയോ വേണ്ട. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? നീ എന്തിനാ ബ്യൂട്ടി പാർലർ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. നീ കരിങ്ങ് ഉപയോഗിച്ചിട്ട് പാത്രം തേച്ച് കഴുകിയിട്ട് കയ്യും കാലും ഒക്കെ അഴുക്കായിട്ടല്ലേ? നീ ചിരിക്കൊന്നും വേണ്ട, അതുകൊണ്ടൊന്നുമല്ല ഞാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നിന്റെ ഈ ചൊകചൊകാന്നിരിക്കുന്ന കവള് ഒറിജിനൽ ആണെന്ന്. മൊത്തം മേക്കപ്പ് അല്ലേ? ഒന്ന് പോടി അവിടുന്ന്. ഇതൊക്കെ ഒറിജിനൽ തന്നെയാ. എന്റെ അഴകാർന്ന കർക്കൂന്തൽ കാണുന്നില്ലേ? ഇതൊക്കെ എന്റെ ഒറിജിനലാ.
എന്റെ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ സൗന്ദര്യമുള്ളവർ തന്നെയാ, അമ്മയും അമ്മുമ്മയും ഒക്കെ. എന്റെ സുമേ, മതിയടി നിന്റെ തള്ള്. ഒന്ന് പോടി, അവിടെ നിന്ന് തള്ളൊന്നുമല്ല. നിനക്ക് എന്റെ അത്ര ഗ്ലാമർ ഇല്ലാത്തതിന്റെ അസൂയല്ലേ? ഹോ, എനിക്കൊരു അസൂയമില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. സുമേ, ഇജിക്കൊരു കാര്യം അറിയോ? എന്റെ കോയോട്ടിക്ക് എന്നെ കെട്ടിയത് എന്റെ ഗ്ലാമർ കണ്ടിട്ടാ. കോയോട്ടിക്ക് എന്നോട് എപ്പോഴും പറയും എന്നെ കാണാനേ സുസ്മിത ദാസിനെ പോലെ ഉണ്ടെന്ന്. നിങ്ങളെ കോയോട്ടിക്കാരന്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ? അതെന്താ? അല്ല, അദ്ദേഹത്തിന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ കാണുന്നത് കൊണ്ട് ചോദിച്ചതാ. ഒന്ന് പോയോട്ടിയായിരുന്നേ, അവളുടെ ഒരു തമാശ. തമാശയൊന്നല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. അങ്ങനെയാണെങ്കിലേ എന്റെ സുമേഷ് ഏട്ടൻ എപ്പോഴും എന്നോട് പറയും എന്നെ കാണാൻ ഐശ്വര്യ റായിയെ പോലെയെന്ന്. ആഹാ, നിങ്ങൾ രണ്ടാളെ കുറിച്ച് മാത്രമല്ല, സുഗുവേട്ടൻ എപ്പോഴും എന്നോട് പറയും എന്നെ കാണാൻ കരീന കപൂറിനെ പോലെയാണെന്ന്. അയ്യോ, കരീന കപൂറാണോ ഈ നിൽക്കുന്നത്? എടി, കരീന കപൂർ എന്നായിരിക്കില്ല, കരിഞ്ഞ കപൂർ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഓ, ഒന്ന് പോടി അവിടുന്ന്, ഞാൻ കാര്യമാ പറഞ്ഞത്. ഹലോ ബിറ്റന്നെ, എനിക്ക് നിങ്ങളുടെ ഈ ബിറ്റൊന്നും കേൾക്കണ്ട. എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്, ഞാൻ പോന്ന. ഐശ്വര്യ റായിയും കരീന കപൂറും ഒക്കെ അവിടെ ഇരിക്കും, ഞാൻ പോട്ടെ എന്റെ പണിയെടുക്കാൻ. ഇന്ന് ഞാനൊരു കലക്ക് കലക്കും, ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം. ആ, അത് ഇജ്ജ് കണ്ടോടി, ഞാനേ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കുകയാ. ഹായ്, ബിരിയാണിയോ? എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി. ഇതാ ഇജ്ജ് കാണുന്നില്ലേ, അവിടെ മുസ്മനായി കിടക്കുന്ന കോയിന, ഓനെ വെച്ചിട്ടാ ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. നന്നായി പാത്തുമ്മ, കുറെ ദിവസമായി ഞാനൊരു ബിരിയാണി തിന്നണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ ഒരു തിരക്ക്? എന്താ അപ്പുസേ, പാത്തുമ്മ നമുക്ക് ബിരിയാണി വെച്ച് തരുന്നതാ. ഹായ്, ബിരിയാണിയോ? എനിക്ക് നല്ല ആശ ഉണ്ടായിരുന്നു ബിരിയാണി തിന്നാൻ. ആ, അതിനാ ഞാൻ ബിരിയാണി വെക്കുന്നത്. നിങ്ങൾ ആശയം ബൂതിയും കെടുത്തിട്ടേ ഈ പാത്തുമ്മ ഇവിടുന്ന് പോവും മക്കളെ. ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞിടട്ടെ. ഞങ്ങൾ എന്തെങ്കിലും സഹായിക്കണോ? അല്ലോ, വേണ്ട വേണ്ട, ഞാൻ തന്നെ ആക്കിക്കോളാം. അല്ലോ, എന്റെ കൈ മുറിഞ്ഞേ. എന്ത് കൈ മുറിഞ്ഞെന്നാ? ആ, കൈ മുറിഞ്ഞേ. അല്ലോ, ചോര. എവിടെ എവിടെ? അല്ലോ, ഞാനിപ്പോ തലചുറ്റി വീയേ, പഠിച്ചോനെ. എടി, പോയി ഒരു ആംബുലൻസ് വിളിക്ക്, ഞാനിപ്പം തലചുറ്റി പോവേ, ചോര. എന്റെ കോയോട്ടിക്കാ, ഇങ്ങളൊന്ന് ഓടി വാ, ഞാനിപ്പം മരിച്ചു പോവൂ. അല്ലോ, എന്റെ കൈ മുറിഞ്ഞേ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം കേൾക്കുന്നത്? എന്റെ കമലേ, ഇജ്ജ് കാണുന്നില്ലേ, എന്റെ കൈ മുറിഞ്ഞു. കൈ മുറിഞ്ഞെന്നോ? എങ്ങനെ? അല്ലോ, ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞിടുകയായിരുന്നു, അപ്പോ കത്തി കൊണ്ട് എന്റെ കൈ മുറിഞ്ഞടി. നോക്കി നിൽക്കാണ്ട് നീ പോയി ഒരു ആംബുലൻസ് വിളിക്കടി. നോക്കട്ടെ, അതിന് മാത്രമൊക്കെ ഉള്ള മുറിവുണ്ടോ? ഇല്ല പാത്തു, ഒരു ചെറിയൊരു മുറിവാണ്. അയ്യോ, നമ്മുടെ ഇന്നത്തെ ബിരിയാണി ക്യാൻസൽ ആയോ? അല്ല കമലേ, ഇജ്ജ് കാണുന്നില്ലേ, ഞാനിപ്പോ മരിച്ചു പോവൂ, എന്റെ കൈ നോക്ക്. നീ നട്ടസിക്കാതെ എന്റെ പാത്തു, നമുക്ക് അവിടെ മരുന്ന് വെച്ച് കെട്ടാം. അല്ലോ, മരുന്ന് വേണ്ട, മരുന്ന് വെക്കുമ്പോ വേദനയാകും. ഇല്ല ഇല്ല, നീ പേടിക്കണ്ട, മരുന്ന് വെക്കുമ്പോ വേദനയൊന്നും ആവില്ല. നീ ഇങ്ങ് വാ, ഞാൻ ശരിയാക്കി തരാം. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കില്ലേ? മനസ്സൻ ഇവിടെ ചാവാൻ നോക്കുമ്പോ അവന്റെ ഒരു ബിരിയാണി. ബിരിയാണിയൊക്കെ പിന്നെ ഉണ്ടാക്കാം, ആദ്യം എന്റെ കൈയൊന്ന് ശരിയാവട്ടെ. വാ കമലേജ്, ഇതൊന്ന് റെഡിയാക്കിട്ടാ. എനിക്കപ്പോഴേ തോന്നിയതാ ബിരിയാണി കിട്ടില്ലെന്ന്. എനിക്കും തോന്നിയതാ, അയച്ചാൽ ആർത്തിയല്ലായിരുന്നു നിങ്ങൾക്ക്. ഒരാർത്തിയില്ലാത്ത ഒരാള്. എനിക്ക് ആർത്തിയൊന്നുമില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ കണ്ട് വായിന്ന് വെള്ളം ഇറക്കാം. എന്താടി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? പിന്നെ വിഷമമില്ലാണ്ടിരിക്കുമോ? ഒരു ബിരിയാണി തിന്നാമെന്ന് കൊതിച്ചു നിന്നതാ, പക്ഷെ അതല്ലേ ഇല്ലാണ്ടായത്. കൊതിച്ചി കൊതിച്ചി. ഒരു വലിയ കൊതിയില്ലാത്ത ആള്. എന്നേക്കാൾ വലിയ കൊതിയനാ നീ എന്ന് എനിക്കറിയാം, പക്ഷെ കിട്ടില്ലാന്ന് കണ്ടോണ്ടല്ലേ നീ അനങ്ങാണ്ട് നിൽക്കുന്നത്. ഒന്ന് പോടി അവിടുന്ന്, എനിക്ക് കൊതിയൊന്നുമില്ല. കൊതിയില്ലാത്ത ആളെ കണ്ടാലും മതി. ഞാൻ കൊതിയില്ലാത്ത ആള് തന്നെയാ, എന്തായാലും നിന്റെ കൊതി എനിക്കില്ല. എന്താ ഇവിടെ ഒരു ചർച്ച? എന്ത് ചർച്ച? ഞങ്ങൾ ബിരിയാണിയെ പറ്റി പറയുകയായിരുന്നു. അതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിരിയാണി വേണോ? അതെന്ത് ചോദ്യാ, ബിരിയാണി വേണോന്ന്? അതെന്താ, നിനക്ക് എവിടെന്നെങ്കിലും ബിരിയാണി കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്കും വേണം ബിരിയാണി. എന്നാലേ രണ്ടാളും കൂടെ ഹോട്ടലിലേക്ക് ചെല്ല്, അവിടെ ഉണ്ടാകും ബിരിയാണി. ഹോട്ടലിൽ ബിരിയാണി ഉണ്ടെന്ന് നീ പറഞ്ഞിട്ട് വേണല്ലോ ഞങ്ങൾക്ക് അറിയാൻ. അത് ഞങ്ങൾക്കും അറിയാവുന്ന കാര്യം തന്നെയാ. അത് തന്നെ അവന്റെ വലിയൊരു തമാശ.
വർത്താനം കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങ് ബിരിയാണി ഉണ്ടെന്ന്. ഇവിടെ അങ്ങ് ബിരിയാണി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നേന്നെ. രണ്ടും കൂടെ വല്ലാണ്ട് പൂതി വെച്ചിട്ടുണ്ടാകുമല്ലേ. ഒന്ന് പോടായിരുന്നു. ഓ വലിയ അതിശയം പറയാൻ വന്നിരിക്കുന്നു. നിങ്ങൾ പോവുകയാണോ? അല്ല, വരുന്നു. പോകല്ലേ നിങ്ങൾ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. വേണ്ടടാ, അവന്റെ തല്ല് കേട്ട് നിൽക്കണ്ട, വാ പോകാം. പോയാൽ നിങ്ങൾക്ക് നഷ്ടമാകുമേ. ആ നഷ്ടം ഞങ്ങൾ സഹിച്ചു. ഉറപ്പല്ലേ, നിങ്ങൾക്ക് വേണ്ടല്ലോ. നല്ല മണം, അത് തന്നെ, നല്ല മണം മണക്കുന്നു. മക്കളെ ഇത് നോക്ക്. ഹായ്, ബിരിയാണി. മമ്മി, ഇവന്മാർക്ക് ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞു. ഇതിപ്പോ മുഴുവൻ ഞാൻ തന്നെ തിന്നണമല്ലോ. അമ്പല പുളിസോ, നിന്നെ കൊണ്ട് ഞങ്ങൾ ഒറ്റക്ക് തിന്നിച്ചേന്നെ. നിങ്ങളല്ലേ ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പലതും പറയും. അതൊന്നും കേട്ടിട്ട് നീ വിശ്വസിക്കണ്ട. മമ്മി ഇങ്ങോട്ട് താ ബിരിയാണി, ഞങ്ങൾ കഴിക്കട്ടെ. അതെ അതെ, മമ്മിയുടെ കൈ പൊള്ളുന്നുണ്ടാകും. എന്റെ കൈ പൊള്ളുന്നുണ്ടെങ്കിലേ ഞാനങ്ങ് സഹിച്ചു. എന്താ അവരുടെ ഒരു ഒത്താശ. മമ്മി ശരിക്കും ആരാ ബിരിയാണി ഉണ്ടാക്കിയത്? ഇതേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാ. പക്ഷെ റെസിപ്പി മുഴുവൻ പാത്തുമ്മ പറഞ്ഞു തന്നതാ. അതല്ലെങ്കിൽ മമ്മിക്ക് അറിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതെ അതെ, മമ്മിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്ന ദോശയും ചമ്മന്തിയും മാത്രമാ. നിങ്ങൾക്ക് ദോശയും ചമ്മന്തിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. തരുന്നില്ല ഞാൻ ബിരിയാണി, നിങ്ങൾ ദോശയും ചമ്മന്തിയും തന്നെ തിന്നാ മതി. അയ്യോ മമ്മി, ചതിക്കല്ലേ. തരുന്നില്ല. മൂന്നിനും കൂടെ 3 നേരം തിന്നാൻ കിട്ടുന്നതിന്റെ അഹങ്കാരമാ. എന്താ ഇവിടെ മമ്മിയും മക്കളും തമ്മിലൊരു പ്രശ്നം? അതെ പാത്തുമ്മ, ഞങ്ങൾ മമ്മിയോട് ഒരു തമാശ പറഞ്ഞതാ. പക്ഷെ മമ്മി അത് കാര്യമാക്കി എടുത്തു. തമാശയോ? എന്ത് തമാശ? മമ്മിക്ക് ആകെ അറിയാവുന്ന ദോശയും ചമ്മന്തിയും മാത്രമാ. അതുകൊണ്ട് അത് പറഞ്ഞതിന് മമ്മിക്ക് ദേഷ്യം പിടിച്ചത്. ഇജ്ജ കമലേ, ഞാൻ അതിനാണ് പിള്ളേരോട് ദേഷ്യം പിടിച്ചു നിൽക്കുന്നത്. അവരൊരു സത്യം പറഞ്ഞതല്ലേ. ഇജ്ജൊരു വിഷമമോ വിഷമിക്കണ്ട. എല്ലാ റെസിപ്പിയും ഞാൻ ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു തരാം. സത്യമാണോ നീ പറഞ്ഞത്? പിന്നെന്താ, എല്ലാ റെസിപ്പിയും ഞാൻ നിനക്കിനി മുതൽ പഠിപ്പിച്ചു തരും. നീ ഇപ്പൊ ഈ ബിരിയാണി പിള്ളേർക്ക് കൊടുക്ക്. അതെ മമ്മി, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് തിന്നാം. പാത്തുമ്മയുടെ കൈ എന്തായി? ആഹാ, അത് നിങ്ങൾ ഇപ്പോഴാണോ ചോദിക്കുന്നത്? അതെ, മമ്മി ബിരിയാണി തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിക്കാൻ മറന്നുപോയതാ. ആഹാ, മനസ്സിലായി മനസ്സിലായി, ബിരിയാണി കൊതിയന്മാർ. എന്റെ കൈ ഇപ്പൊ കുറവുണ്ട്. എനിക്ക് ബ്ലഡ് കണ്ടാൽ അപ്പ തല കറങ്ങും, അതാണ്. ആഹാ, മനസ്സിലായി മനസ്സിലായി, പാത്തുമ്മയുടെ പേടി. എന്നാ വാ മക്കളെ, നമുക്ക് ഒരുമിച്ചിരുന്ന് ബിരിയാണി കഴിക്കാം. കൂയ്, മീൻ വേണോ മീനി? നല്ല പിടപിടക്കുന്ന മീനാണേ, മീൻ വേണോ മീനേ? ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. കൂയ്, മീൻ വേണോ മീനേ? ചേച്ചിയെ, മീൻ വേണോ? കൂയ് കൂയ്. അതാരാ വേറൊരു മീൻകാരി അപ്പുറത്തുനിന്ന് കൂക്കിയിടുന്നത്? ഞാൻ മീൻകാരിയൊന്നുമല്ല, ഞാൻ പാത്തുവാ. ഓഹോ, അപ്പൊ ഇവളാണല്ലേ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ വന്ന പുതിയ ജോലിക്കാരി. എന്തല്ല, ഇജ്ജ് മീനും കൊണ്ട് വന്നതായിരിക്കൂലേ? കണ്ടിട്ട് ഇങ്ങക്ക് എന്താ തോന്നുന്നത്? ഇജ്ജല്ലേ വിറ്റുണ്ടല്ലോടി, എനിക്ക് ഇനി മീൻ വെക്കുന്നത് തന്നെയാ തോന്നുന്നത്. ആ, എന്നാ നിങ്ങൾ ഈ കൊട്ടയൊന്ന് പിടിച്ചനേ. ആഹാ, എല്ലാതരം മീനുണ്ടല്ലോ. മീനിനൊക്കെ എങ്ങനെയാ, വില കുറവുണ്ടോ? ഹോ, വലിയ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ. ചേച്ചി ഇല്ലേ ഇവിടെ? ആര്, കമലയോ? അവളുണ്ടല്ലോ ഇവിടെ. നിനക്ക് അവളെ പരിചയമുണ്ടോ? ആ, ഞാനിവിടെ മുന്നേ ജോലിക്ക് നിന്നിട്ടുണ്ട്. ഹോ, അപ്പൊ നീയാണല്ലേ മീനി? അതെ അതെ. എന്താ, എന്നെ കൊണ്ട് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോന്നോ? നീ ഒരു സംഭവമല്ലേ. ഹാ, ആരിത്, മിനിയോ? ആ ചേച്ചി, ഞാനാ. നീ എന്താടി ഇപ്പൊ മീനും കൊണ്ടുപോക്കാണോ? അതെ ചേച്ചി, ഇവിടുന്ന് പോയപ്പോൾ പിന്നെ എനിക്ക് കഷ്ടം തന്നെയാ. ഞാനിപ്പോ മീനും കൊണ്ട് പോക്കാണ്. ആഹാ, എന്തെല്ലാം മീനുണ്ട് നിന്റെ അടുത്ത്? ചേച്ചിക്ക് എന്താ വേണ്ടത്? എല്ലാ തരം മീനുമുണ്ട്. മീനിനൊക്കെ എങ്ങനെയാ, പൈസ കുറവുണ്ടോ? ചേച്ചി എടുത്തോന്നേ, പൈസയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അതെന്താ, പൈസ വേണ്ടേ? വേണം വേണം. ഹായ്, മിനിയാന്റി മീനും കൊണ്ടുവന്നിരിക്കുന്നു. ആഹാ, മിനിയാന്റി അല്ല, ഇപ്പൊ മീനാന്റിയാ. മീനാന്റിയോ? ഒന്ന് പോ പിള്ളേരായിരുന്നു, നിനക്ക് വേണ്ട മീൻ നോക്കിയെടുക്ക്. ഹായ്, എല്ലാതരം മീനും ഉണ്ടല്ലോ. എനിക്ക് കൊഞ്ച് മതി. ആഹാ, എനിക്ക് കൊഞ്ച് വേണ്ട, എനിക്ക് ഞണ്ട് മതി. മമ്മി, കുറച്ച് ഞണ്ട് വാങ്ങിച്ചോ. ആ, ഞണ്ട് വേണ്ട, ചെമ്മീൻ മതി. എടി മിനിയെ, ഇതിനൊക്കെ എത്രയാ പൈസ? ചേച്ചി, ഞണ്ടിന് കിലോന് 150, കൊഞ്ചിന് കിലോന് 200. ആ, നല്ല പൈസ ഉണ്ടല്ലോ. ഇതിൽ നിന്ന് കുറയൊന്നില്ലടി? ഇല്ല ചേച്ചി, കുറച്ച് കൊടുത്താൽ എനിക്ക് ഒക്കില്ല.
ചാളക്ക് എത്രയാടി? ചാളക്ക് കിലോന് 50. ആ എന്നാ 1 കിലോ ചാള എടുത്തോ നീ. മമ്മി എനിക്ക് ചാള വേണ്ട, എനിക്ക് ഞണ്ട് മതി, എനിക്ക് ചെമ്മീൻ മതി. വേണ്ടാതിരി, അതൊന്നും ഇപ്പം വാങ്ങുന്നില്ല. എനിക്ക് വേണം, എനിക്കത് വേണം. ആഹാ നീ കരയുന്നെന്നാ ഞാനും കരയും. എനിക്കും വേണം, എനിക്കിത് വേണം. പിള്ളേരിതാ കരയുന്നു ചേച്ചി, കുറച്ചിതൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. വേണ്ട വേണ്ട, അങ്ങനെ പഠിച്ചാ പറ്റില്ലല്ലോ, ഉള്ളത് കൊണ്ട് ഉണ്ടാ മതി. പ്ലീസ് മമ്മി, ഒരു പ്രാവശ്യം മാത്രം വാങ്ങ്. ആ അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം ഒരു പ്രാവശ്യം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കരച്ചിൽ നിർത്ത്, എന്നിട്ട് തീരുമാനിക്കാൻ വേണോ വേണ്ടിയൊന്ന്. എന്താ വേണോ? ഞങ്ങൾ കരച്ചിൽ നിർത്തി മമ്മി, ഇനി വാങ്ങുമോ? ഇല്ല വാങ്ങുന്നില്ല. പ്ലീസ് മമ്മി, കുറച്ച് വാങ്ങ്. കുറച്ച് വാങ്ങിക്കോ കമലെ, പിള്ളേർ പറയുന്നതല്ലേ. ആ ആ ശരി ശരി, നീ എന്നാൽ എല്ലാം 1/2 കിലോ വീതം എടുത്തോ. നല്ല മമ്മി, നല്ല മമ്മി. സോപ്പിടൊന്നും വേണ്ട, അധികം സോപ്പിട്ടാലേ ഞാൻ പതഞ്ഞു പോകും. അപ്പൂസ് ഇവിടെ ഇല്ലാത്തത് ഭാഗ്യമായി, അല്ലെങ്കിൽ അവനും വേണ്ടി വന്നേൻ എന്തെങ്കിലും. ഇന്ന ചേച്ചി മീനി. എന്നാ ഞാൻ പോകട്ടെ. ആ ശരി, എന്നാ നീ ഇനി എന്തെങ്കിലും നല്ല മീനുണ്ടാകുമ്പോൾ ഇങ്ങോട്ടൊക്കെ വാ. ആ ഓക്കെ ചേച്ചി. മീനേ മീനേ, മീൻ വേണോ? കൂയ്. എടീ പോകല്ല, എനിക്ക് വേണം മീനി. ഹാ ആരിത്, സുമയോ? എടീ മിനിയെ, നീയാണോ മീൻ വെക്കുന്നത്? അതെ അതെ, നിനക്ക് മീൻ വേണോ? ആ എനിക്ക് വേണം. നിനക്കിപ്പോ ഇതാണോ പണി? അതേടി, എന്തേ നിനക്ക് കണ്ണു പിടിച്ചില്ലേ? എനിക്കെന്തിനാ കണ്ണു പിടിക്കാണ്ട് നിൽക്കുന്നത്? എന്റെ മോ, ഞാൻ വെറുതെ ചോദിച്ചതാണ്. ചൂടാവേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതടി. നീ കമലയുടെ പുതിയ ജോലിക്കാരിയെ കണ്ടോ? നീ അവളെ കാണേണ്ടിട്ട് തന്നെയായിരിക്കും മീനും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഒന്ന് പോടി അവിടുന്ന്, ഞാൻ അതിനൊന്നും വന്നതല്ല. എനിക്ക് മനസ്സിലായി. നീ പരിചയപ്പെട്ടോ അവളെ? ആ ഞാൻ പരിചയപ്പെട്ടു. അവൾ എങ്ങനെയുണ്ട്? അവൾ സൂപ്പറാ. അവൾക്ക് ഒരു പണി എടുക്കാനും മടിയില്ല. പിന്നെ വീട് മുഴുവൻ അവൾ തന്നെയാ നിയന്ത്രിക്കുന്നത്. കമലക്കിപ്പം നല്ല സുഖമാണ്. വെറുതെ ഞാൻ ഇവിടുന്ന് പോയപ്പോ മുതലേ എനിക്ക് കഷ്ടകാലമാ. നിനക്ക് മീൻ വേണ്ടേ? ഇതിൽ അയക്കൂറിയും മാവോലിയും ഒന്നും കാണുന്നില്ലല്ലോടി. ഞങ്ങൾ അതൊക്കെ കൂട്ടാറുള്ളൂ. എനിക്ക് ചാളയും മയിലയും ഒന്നും ഇഷ്ടമല്ല. സുമേഷേട്ടൻ തീരെ കൂട്ടില്ല. എന്നാ നീ ഞണ്ടും ചെമ്മീനും ഒക്കെ എടുത്തോ. കമല എന്താ വാങ്ങിയത്? കമല ഞണ്ടും ചെമ്മീനും ഒക്കെയാ വാങ്ങിയത്, നീയും അതെടുത്തോ. ഞണ്ടിന് 150, ചെമ്മീന് 200. നിനക്ക് വേണോ? അയ്യോ നല്ല പൈസയുണ്ടല്ലോ. നീ അയക്കുറിയും മാവോലിയും ഒക്കെ കൂട്ടുന്നവളല്ലേ, അപ്പൊ നിനക്കതൊരു പൈസയാവില്ലല്ലോ. അത് പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഞണ്ടും ചെമ്മീനും ഒന്നും ഇഷ്ടമല്ല. ഞങ്ങൾ അതൊന്നും കഴിക്കാറില്ല. മനസ്സിലായി മനസ്സിലായി. പൈസ ആയതുകൊണ്ടല്ലേടി നിനക്ക് വേണ്ടാത്തത്. നിന്റെ തള്ളു കേട്ടാൽ എനിക്കറിയില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് ചാള അങ്ങ് വാങ്ങിക്കോ. ചാളക്കാകെ കിലോന് 50 രൂപയേ ഉള്ളൂ. ഞങ്ങൾ ഇതൊന്നും കൂട്ടാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഞണ്ടും ചെമ്മീനും ഒക്കെ വാങ്ങിയേനെ. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിറച്ച് ഇറച്ചിയുണ്ട്. ആ മതി മതി. ചാളക്ക് എത്രയാണെന്ന് നീ പറഞ്ഞത്? ചാളക്ക് കിലോന് 50. എന്നാൽ എനിക്ക് 1/2 കിലോ മതി. എന്റെ സുമേ, നീ അതിലും പിസ്ക് കാണിക്കുകയാണോ? പിസ്കായിട്ടൊന്നുമല്ലടി, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ആരും കൂട്ടില്ല അതാ. ഞങ്ങൾ വലിയ വലിയ മീന് മാത്രമേ കൂട്ടാറുള്ളൂ. പിന്നെ നീ ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വാങ്ങുന്നതാ. നീ അത്ര കഷ്ടപ്പെട്ട് വാങ്ങണമെന്നില്ലടി. നിനക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഹോ അവളുടെ വലിയൊരു പോസ്. എനിക്കൊന്നും വേണ്ട നിന്റെ മീനി. നീ തന്നെ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. എനിക്കപ്പോഴേ തോന്നിയിരുന്നു നീ വാങ്ങില്ലാന്ന്. വെറുതെ എന്റെ സമയം മെനക്കെടുത്താൻ. നിനക്കൊക്കെ മീൻ വിൽക്കാൻ നിന്ന് എന്നെ വേണം പറയാൻ. വലിയ തള്ളും തള്ളി നിന്നോളൂ. പിന്നെ നിന്റെ ഈ ഉണക്ക മീൻ വാങ്ങിയിട്ടില്ലേ എനിക്ക്? ഒന്ന് പോടി അവിടുന്ന്. മക്കളെ ഒന്ന് വേഗം വാ. വരുന്നു. എത്ര സമയമായി നോക്കി നിൽക്കുന്നു, ഒന്ന് വേഗം വാ. വരുന്നു. ഈ പിങ്കി ചേച്ചിയുടെ ഒരുക്കം തീരാഞ്ഞിട്ടാ. എന്താ ഇത്രയും വൈകുന്നത്? അത് പിങ്കി ചേച്ചിയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല അതാ. ഇവൻ വെറുതെ പറയുന്നതാ പാപ്പ. ഒരു മേക്കപ്പും ഇല്ലാതെ തന്നെ എന്നെ കാണാൻ നല്ല ഗ്ലാമർ ഇല്ലേ? പിന്നെ പറയും വേണ്ട. അത് ഞാനാട്ടാ പറഞ്ഞതാണെങ്കിൽ പിന്നെ സാരമില്ല. ഓ സൽമാൻ ഖാൻ ഇറങ്ങിയോ? മതി മതി, സംസാരിച്ച് സമയം കളയാണ്ട് വേഗം വണ്ടി കയറി. അതെന്താ നിങ്ങൾ വരുന്നില്ലേ? പിന്നെ വരാണ്ട്. ഇതെന്താ പാപ്പ, അപ്പൂസ് പുറകിൽ കയറി ഇരുന്നക്കോ. അവനോട് ഇറങ്ങാൻ പറ. അമ്പള പുളിസോ, ഞാൻ ഇറങ്ങില്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആഹാ നീ മുന്നിൽ വന്നിരിക്ക്, ഞാനാ പുറകിൽ ഇരിക്കുന്നത്. നീ പുറകിൽ വന്നിരുന്നോ? ഇവനോട് മുന്നിൽ ഇരിക്കാൻ പറ, ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അയ്യടാ ഏമ, ഞാൻ പുറകിലാ. നിന്നോടാ പറഞ്ഞത് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ. എനിക്കിരിക്കണം അവിടെ. പിന്നെ നീ കൽപ്പിക്കുമ്പോ ഞാനങ്ങ് അനുസരിച്ചേനെ. ഒന്ന് പോടി അവിടുന്ന്. കേട്ടില്ലേ പാപ്പ അവന്റെ തർക്കുത്തരം? അവനോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ പാപ്പ. പൂസേ, നീ ഇറങ്ങി മുന്നിൽ വന്നിരിക്ക്, അവര് കയറട്ടെ. ഇല്ല പാപ്പ, ഞാൻ ഇറങ്ങില്ല.
ഞാൻ ഇവിടെ തന്നെയാ ഇരിക്കുന്നത്. ഇതാ നോക്ക് പപ്പ, അവനും കയറിയിരുന്നു. ഞാൻ എവിടെയാ ഇരിക്കുക? അപ്പൂസിനോട് മുന്നിൽ വന്ന് നിൽക്കാൻ പറ പപ്പ. നീ ഒരു കാര്യം ചെയ്യിപ്പിങ്കി മോളെ, നീ ഇവിടെ മുന്നിൽ നിൽക്ക്. ഇല്ല, ഞാൻ നിൽക്കില്ല. ഞാൻ വലുതല്ലേ, ഞാൻ പുറകിലല്ലേ ഇരിക്കേണ്ടത്? അവനല്ലേ മുന്നിൽ നിൽക്കേണ്ടത്? എനിക്ക് പുറകിൽ ഇരുന്നാ മതി. അവനോട് ഇറങ്ങാൻ പറ പപ്പ. അപ്പൂസേ നീ ഇറങ്ങടാ, അല്ലെങ്കിൽ കുഞ്ചൂസേ നീ ഇങ്ങോട്ട് വാ. ഇല്ല പപ്പ, ഞാൻ വരില്ല. ഞാനും വരില്ല. ഇവളെ വരുന്നില്ലെങ്കിൽ വരണ്ട, അവിടെ നിന്നോട്ടെ, നമുക്ക് പോകാം. കണ്ടോ പപ്പ അവന്റെ അഹങ്കാരം? നിങ്ങളിങ്ങനെ വാശി കളിക്കുകയാണെങ്കിൽ ഞാൻ 3 ടൗണിലേക്ക് കൊണ്ടുപോകില്ല. അവനോട് ഇറങ്ങാൻ പറ പപ്പ. ഡാപ്പൂസേ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അങ്ങോട്ട് ഇറങ്ങിനെ. ഇല്ല, ഞാൻ ഇറങ്ങില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇറങ്ങാം, എന്നിട്ട് നിങ്ങൾ 3 കൂടെ വണ്ടി എടുത്ത് പോട്. അതെന്താ നിങ്ങൾക്ക് മലയാളം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല? നിന്നോട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് അടികൂടാണ്ട് ടൗണിൽ പോരുന്നുണ്ടെങ്കിൽ പോരി, അല്ലെങ്കിൽ 3 പോരണ്ട, ഇവിടെ നിന്നോ. ഞാൻ വരുന്നു, അവന് വരുന്നില്ലെങ്കിൽ വരണ്ട. ഇല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ പോട്. ഡാപ്പൂസേ നിന്നോടാ പറഞ്ഞത് വന്ന് വണ്ടിയിൽ കയറാൻ. ഇല്ല, ഞാൻ വരുന്നില്ല. പപ്പക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. പപ്പക്ക് ചേച്ചിയോടല്ലേ സ്നേഹം? ഞാൻ വരുന്നില്ല, നിങ്ങൾ പോട്. ഡാപ്പുസേ നീ വരുന്നുണ്ടെങ്കിൽ വന്നോളെ, ഞങ്ങൾ ഐസ്ക്രീം കഴിക്കും. നിങ്ങൾ കഴിച്ച എനിക്ക് വേണ്ട. ഡാപ്പുസേ ഞങ്ങൾ ചിലപ്പോൾ ഷവർമ തിന്നു. നിങ്ങൾ കഴിച്ച എനിക്കതും വേണ്ട. ഡാപ്പുസേ ഞങ്ങൾ ചിലപ്പോൾ പാർക്കിലൊക്കെ കറങ്ങുവേ. നിങ്ങൾ കറങ്ങിക്കോ, ഞാൻ ഒന്നിനുമില്ല. എന്നാൽ ഓക്കെ പപ്പ, അവനെ കൂട്ടണ്ട, നമുക്ക് പോകാം. ഡാപ്പൂസേ ഞങ്ങൾ പോട്ടെ. നിങ്ങൾ പോടി, ഞാൻ എവിടെയും വരുന്നില്ല. ഞങ്ങൾ ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം ആണ് കഴിക്കുക. അത് നിന്റെ ഫേവറേറ്റ് ഐസ്ക്രീം അല്ലേ? അതെ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ പോന്ന. ശരിക്കും നിങ്ങൾ ഐസ്ക്രീം കഴിക്കുമോ? പിന്നെ കഴിക്കാണ്ട്? അങ്ങനെ എന്നെ കൂട്ടാണ്ട് നിങ്ങൾ കഴിക്കണ്ട. ഞാനും വരുന്നു. ഞങ്ങൾക്കറിയില്ലേ നീ ഐസ്ക്രീം കൊതിയനാണെന്ന്. എന്നാ ശരി, പോകാം പപ്പ. ഓക്കെ, പിടിച്ചിരുന്നോ മക്കളെ? ഹായ്, എത്ര തരം ഐസ്ക്രീമുകളാ ഉള്ളത്? പപ്പ ദേ എനിക്കത് മതി. ബട്ടർ സ്കോച്ചിന്റെ ആ ഐസ്ക്രീം മതി എനിക്ക്. എനിക്ക് സ്ട്രോബെറി മതി. എനിക്ക് ചോക്ലേറ്റും. നിനക്ക് അതാ നല്ലത്, നിന്നെ പോലത്തെ കറുത്ത കളർ ചോക്ലേറ്റിന്റെ ഐസ്ക്രീം. എനിക്ക് എന്നെ പോലത്തെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമും. ഒന്ന് പോടി അവിടുന്ന്, കറുത്തത് നീ തന്നെയാ. എനിക്ക് ചോക്ലേറ്റിന്റെ ഐസ്ക്രീം വേണ്ട, എനിക്ക് വാനിലയുടെ ഐസ്ക്രീം മതി. വേണ്ടടാ, നീ നിന്നെ പോലത്തെ കറുത്ത ഐസ്ക്രീം തന്നെ കഴിച്ചോ. നോക്ക് പപ്പ ഇവള് പറയുന്നത്. ഒന്നും മിണ്ടാതിരി. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് മടി തന്നെയാണോ? ഇവിടെ നിന്ന് മടി കൂടുന്നാണെങ്കിൽ മതി, വാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഐസ്ക്രീമും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. അയ്യോ, മിണ്ടാതെ നടക്കാം. പപ്പ എനിക്ക് 2 ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? എനിക്കും വേണം. പപ്പ എനിക്കാണോ വേണ്ടാത്തത്? എനിക്കും വേണം. വേണ്ട വേണ്ട, അധികം തണുത്തത് കഴിക്കണ്ട, എന്നിട്ട് വേണം തൊണ്ടയ്ക്ക് ടോൺസസ് പിടിക്കാൻ. പ്ലീസ് പപ്പ, വാങ്ങിച്ചു താ. അതെ പ്ലീസ് പപ്പ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. പപ്പ എന്തായാലും 2 വാങ്ങുമായിരിക്കും. അതെ അതെ, നിങ്ങൾക്ക് ചിലപ്പോഴേ വാങ്ങൂ, ഞാൻ ചെറുതല്ലേ, അതുകൊണ്ട് എനിക്ക് വാങ്ങുമായിരിക്കും. അവന്റെ ഒരു പൂതി. ഞങ്ങൾക്ക് വാങ്ങിച്ചതിന്റെ ബാക്കിയെ നിനക്ക് എന്തായാലും വാങ്ങിക്കുകയുള്ളൂ. നമുക്ക് കാണാം. മക്കളെ ഇതാ ഐസ്ക്രീം. ഐസ്ക്രീം വന്നു. പപ്പ എന്തായാലും എനിക്ക് 2 വാങ്ങുമായിരിക്കും. നിനക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും വാങ്ങും. അയ്യോ പപ്പ, 2 വീതം വാങ്ങിച്ചില്ലേ? ഇല്ല ഇല്ല, ഇത് കഴിച്ചാ മതി. സാരമില്ല, എന്റെ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ട്. അതെന്താ പപ്പ എന്റെ ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം വാങ്ങിയില്ലേ? എന്റെ ചോക്ലേറ്റിന്റെ ഐസ്ക്രീം വാങ്ങിയില്ലല്ലോ പപ്പ. അതൊന്നും ഇവിടെ ഇല്ല, ഇവിടെ ഉള്ളത് വാങ്ങിച്ചതാ ഞാൻ. ഇത് കഴിച്ചോ നിങ്ങൾ. എന്റെ ഐസ്ക്രീം ഉണ്ട്. എനിക്കിത് വേണ്ട പപ്പ, എനിക്കും വേണ്ട. എനിക്ക് എന്റെ ചോക്ലേറ്റിന്റെ ഐസ്ക്രീം തന്നെ വേണം. എനിക്ക് ബട്ടർ സ്കോച്ച് തന്നെ വേണം. വേണ്ട. വെറുതെ വാശി പിടിക്കാണ്ട് ഉള്ളത് കഴിച്ചോ. ഇല്ല, അതെ ഞങ്ങൾക്ക് വേണ്ട ഇത്. എന്റെ ഇങ്ങോട്ട് തന്നേക്ക് പപ്പ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൂസേ കുഞ്ചൂസേ, ഇതിപ്പം അലുത്ത് പോകും, വേഗം വേണമെങ്കിൽ കഴിച്ചോ. വേണ്ട, എനിക്കിത് വേണ്ട. എനിക്കും വേണ്ട, ഞാൻ ആഗ്രഹിച്ചത് ഇതല്ല. നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ പറയുമ്പോൾ വാങ്ങി തരുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ. അതൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ. നിങ്ങൾക്കിത് വേണോ? എനിക്ക് വേണ്ട. നിങ്ങളോടാ മര്യാദയ്ക്ക് ഇത് വേണമെങ്കിൽ കഴിക്കാൻ പറഞ്ഞത്. വെറുതെ കൂട്ടി വന്നു രണ്ടിനെയും ഞാൻ. കുട്ടികളല്ലേ, ആഗ്രഹം ഉണ്ടാകില്ലേ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാ. എനിക്കൊരു അബദ്ധം പറ്റി, അല്ലാണ്ട് എന്താ.
മതി, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട. എന്തായാലും പപ്പ വാങ്ങിയതല്ലേ, കളയണ്ട. അതെ, ഇങ്ങ് തന്നേക്ക്, ഞങ്ങൾ കഴിക്കാം. വേഗം കഴിക്ക്, എന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. ഞം 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 ഞം. എന്റെ സ്ട്രോബെറി ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ, വലിയ കാര്യമായി പോയി. നിങ്ങൾ കഴിച്ചിട്ട് പുറത്തേക്ക് വാ, ഞാൻ അവിടെയുണ്ട്. ഞം 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 ഞം. എന്റെ ഐസ്ക്രീമിനും ടേസ്റ്റ് ഉണ്ട്. നിനക്ക് പതല്ലേ പറയാൻ പറ്റൂ, കാരണം നീ വിചാരിച്ചത് നിനക്ക് കിട്ടിയില്ലല്ലോ. ഒന്ന് പോടി അവിടുന്ന്, അതൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞം 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 ഞം. പക്ഷെ എന്റെ ഐസ്ക്രീമിന് ഒട്ടും ടേസ്റ്റ് ഇല്ല. ഞാൻ വിചാരിച്ചത് ഇതേ അല്ല. സാരമില്ല, ഇപ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീം പപ്പയെ കൊണ്ട് വാങ്ങിക്കണം. കിട്ടണേ രണ്ടിനും. മക്കളെ, ഐസ്ക്രീം കഴിച്ചെങ്കിൽ വേഗം വാ. ആ, ഇതാ വരുന്നു പപ്പ. ഷോ, ഐസ്ക്രീം തീരണ്ടായിരുന്നു, ഇനിയും വേണമായിരുന്നു. എന്നിട്ട് എനിക്ക് മതിയായില്ല. ദേ നോക്ക്, പപ്പ വീണ്ടും ഐസ്ക്രീം വാങ്ങി വരുന്നു. ഐസ്ക്രീമോ? അതെ, ഐസ്ക്രീം തന്നെ. ഹായ്, നമുക്ക് വീണ്ടും ഐസ്ക്രീം തിന്നാം. അതെ അതെ, എനിക്കിഷ്ടപ്പെട്ട സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ട്. സാരമില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ. അതെ, ഞങ്ങളെ ഉള്ളത് കഴിച്ചോളാം. മക്കളെ, നമുക്ക് പോയാലോ? അതെന്താ പപ്പ ഒരു ഐസ്ക്രീം മാത്രം വാങ്ങിച്ചത്? അത് എനിക്ക് വാങ്ങിച്ചതായിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്, അത് എനിക്ക് വാങ്ങിച്ചതാ. ഇതെന്താ പപ്പ ഒരു ഐസ്ക്രീം മാത്രം വാങ്ങിച്ചത്? ഞങ്ങൾ ഇതെങ്ങനെ കഴിക്കും 3 പേരും കൂടെ? ഇത് നിങ്ങൾക്കുള്ളതല്ല. പിന്നെ പിന്നെ ഇതാർക്കുള്ളതാ? പപ്പക്ക് വാങ്ങിച്ചതാണോ? അല്ല മക്കളെ. ഓ, അപ്പൊ മമ്മിക്ക് വാങ്ങിച്ചതായിരിക്കും. അതുമല്ല. പിന്നെ പിന്നെ ഇതാർക്ക് വാങ്ങിച്ചതാ പപ്പ? പറ പപ്പ. ഇത് ഞാൻ ഇവനിക്ക് വാങ്ങിച്ചതാ. അതാരാ അത്? വാ മോനെ, ഇങ്ങോട്ട് വാ. ഇതാരാ പപ്പ? ഇതും നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മോനാ. പക്ഷെ ഇവൻ അച്ഛനോ അമ്മയോ ആരുമില്ല. ദാ മോനെ, ഈ ഐസ്ക്രീം നീ എടുത്തോ. താങ്ക് യു അങ്കിൾ. കണ്ടോ അവന്റെ സന്തോഷം? നിങ്ങൾ വാങ്ങിച്ച ഐസ്ക്രീമിന്റെ പൈസ കൊടുക്കാൻ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടതാണ് ഇവനെ. നിങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് അടികൂടുന്നതൊക്കെ ഇവൻ ഈ ചില്ലിന്റെ പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു തരാൻ ഞാനുണ്ടല്ലോ, പക്ഷെ ഇവൻ ആരുമില്ല. പാവം. അതെ, അവന്റെ സന്തോഷം കണ്ടോ ഐസ്ക്രീം കിട്ടിയപ്പോൾ? അങ്കിൾ, ഞാൻ പോട്ടെ. ആ മോനെ, നീ പോട്. ഇതേ എനിക്ക് എന്റെ അനിയത്തിക്കും കൂടെ കൊടുക്കണം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിച്ചോളാം. നിക്ക് മോനെ, ഇതാ കുറച്ച് പൈസ. നീ നിന്റെ അനിയത്തിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തോ. നിങ്ങളെ ദൈവം രക്ഷിക്കും അങ്കിൾ. ഞാൻ പോട്ടെ അങ്കിൾ. ആ മോനെ, എന്നാ ശരി, നീ പോട്. നിങ്ങൾ ഓരോ ഭക്ഷണത്തിന് അടികൂടുമ്പോഴും ഇങ്ങനെയുള്ള ഒരുപാട് പേർ പുറത്തുണ്ടെന്നുള്ള ചിന്ത എപ്പോഴും വേണം. സോറി പപ്പ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. അതെ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ആവശ്യമുള്ളത് മാത്രം കഴിക്കുക, അനാവശ്യമായിട്ടൊന്നും കഴിക്കാതിരിക്കുക. അവന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൻ ഒറ്റയ്ക്ക് തിന്നാൻ നിന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, അത് അവൻ അവന്റെ അനിയത്തിക്കും കൂടെ ഷെയർ ചെയ്യാൻ കൊണ്ടുപോയത്. അതെ പപ്പ. അതാണ് മക്കളെ സ്നേഹം. എന്റെ പൊന്നു മക്കൾ എപ്പോഴും സ്നേഹത്തോടു കൂടി കഴിയണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചുമൊക്കെ കഴിയണം. മനസ്സിലായോ? ആ പപ്പ, മനസ്സിലായി. ഓക്കെ, നല്ല കുട്ടികൾ. എന്നാ വാ, നമുക്ക് പോകാം. അല്ലോ, പല്ല് വേദനയാവുന്നേ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ റബ്ബേ, വേദന കൂടി വരികയാണല്ലോ. ഞാനെന്ത് ചെയ്യും? അല്ലോ, എന്താ ഇവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്? അയ്യോ, എന്തു പറ്റി? എന്താ നീ ഇങ്ങനെ കരയുന്നത്? എന്റെ കമല, എനിക്കറിയോ ഇജ്ജ പല്ല് വേദനയായിട്ട് വയ്യ. പല്ല് വേദനയോ? ഇതപ്പോ തുടങ്ങി? വേദന എപ്പം തുടങ്ങി എന്നുള്ള കൃത്യമായ സമയം ഞാൻ നോക്കി വെച്ചിട്ടില്ല. അല്ലോ, വേദനിച്ചിട്ട് വയ്യ. നീ ഇങ്ങനെ കരയാതെ. ഇജ്ജിന്റെ വർത്താനമായി പറയുന്നത്. നിനക്ക് വേദന വന്നാ നീ കരയില്ലേ? ആ, അല്ലോ, എന്തുവാടി നീ ഇങ്ങനെ? നീ ഒന്നും മിണ്ടാതിരിക്കി, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. അയ്യോ പാത്തുമ്മ, എന്ത് പറ്റി? ഒന്നും പറ്റിയതല്ല മോളെ, എന്റെ പല്ല് വേദനിച്ചിട്ട് വയ്യ. പല്ല് വേദനയോ? അതെ അതെ, പല്ല് വേദന. ഇതെങ്ങനെ സംഭവിച്ചു? പല്ലിന് കേടുണ്ടായിരുന്നോ? അത് പിന്നെ പല്ലിന് ചെറിയൊരു കേടുണ്ടായിരുന്നു. ഇവളെന്തെങ്കിലും മധുരമുള്ളത് കഴിച്ചിട്ടുണ്ടാവും, അതാ വേദനയാവുന്നത്. നീ എന്തെങ്കിലും കഴിച്ചിരുന്നോടി? അത് പിന്നെ അതെന്താ കഴിച്ചത്? അത് ഞാൻ അടുക്കളയിലുള്ള ലഡു എടുത്ത് കഴിച്ചിരുന്നു. ലഡുവോ? അതെ അതെ, അടുക്കളയിലത്തെ ഡബ്ബയിലുള്ള ലഡു കണ്ടപ്പോൾ കൊതിയായി, അതിൽ നിന്ന് ഒന്നെടുത്ത് ഞാൻ കഴിച്ചു. അപ്പ തുടങ്ങിയ വേദനയാ എനിക്ക്. ഓഹോ, അപ്പൊ പാത്തുമ്മയല്ലേ അടുക്കളയിലത്തെ ലഡു മുഴുവൻ തീർക്കുന്നത്? ഞാൻ ആകെ ഒന്ന് മാത്രമേ അതിൽ നിന്ന് എടുത്ത് കഴിച്ചുള്ളൂ. ഞാനൊന്നുമല്ല ലഡു തീർക്കുന്നത്. ഇന്നൊന്ന് കഴിച്ചതായിരിക്കും. ഇന്നലെ എത്ര കഴിച്ചു? ഇന്നലെ 2 എണ്ണം.
അപ്പൊ മെനഞ്ഞാന്നോ? മെനഞ്ഞാന്നും 2 എണ്ണം. അമ്പട കള്ളത്തി, അതിലാകെ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നീ മധുരം ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ടാണ് നിനക്ക് പല്ല് വേദനയാവുന്നത്. നല്ലവണ്ണം ഉപ്പിട്ട വെള്ളം കൊണ്ട് കഴിക്കാൻ പോകുമായിരിക്കും. കേടുള്ള പല്ലാണെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിലൊന്നും പോകില്ല, അത് പറിച്ചു തന്നെ കളയേണ്ടി വരും. ആ, എന്ത് വടി നീ പറയുന്നത്? പല്ല് പറിക്കാനോ? ഞാൻ പറിക്കൂല, എനിക്ക് പേടിയാ. പല്ലതിന് നിങ്ങൾ പറിക്കേണ്ട, ഡോക്ടർ പറിച്ചോളൂ. അതിന് ഞാൻ കാണിക്കാൻ പോയാലല്ലേ ഡോക്ടർ പറിക്കുകയുള്ളൂ. ഞാൻ പോകില്ല കാണിക്കാൻ. വേണ്ട വേണ്ട, പല്ല് വേദന ഇങ്ങനെ സഹിക്കേണ്ട. നമുക്ക് വേഗം പോയി ഡോക്ടറെ കാണാം. അല്ലോ കമലേ, ഇഞ്ചങ്ങനെ പറയല്ലേ, ഞാൻ പോകില്ല. എനിക്ക് പേടിയാ. അവര് കൊണ്ടുവരുന്ന കുന്തവും കോലും കാണുമ്പോഴേ എനിക്ക് പേടിയാ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അവരെന്തെങ്കിലും ഗുളിക തന്നു വിടുകയുള്ളൂ. ഇജ്ജെന്ത് പറഞ്ഞാലും ഞാൻ വരില്ല. ഞാൻ ഇവിടെ നിന്ന് സഹിച്ചോളാം. പാത്തുമ്മ, നിങ്ങൾ പല്ല് വേദന സഹിക്കുന്നതിനനുസരിച്ച് നിങ്ങളെ കരച്ചിൽ ഞങ്ങൾ സഹിക്കുന്നുണ്ട്. ഇജ്ജൊന്ന് മിണ്ടാണ്ട് പോടി അവിടുന്ന്. ഞാനിതൊരു വിധത്തിലാ വേദനയെ കുറച്ചു കൊണ്ടുവരുന്നത്. വേദന കുറയുന്നുണ്ടോ? അത് ഇല്ല, കുറയാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുറയുന്നില്ല. അത് തന്നെയാ ഞാൻ പറഞ്ഞത്, നമുക്ക് വേഗം ഒരു ഡോക്ടറെ അടുത്ത് പോകാമെന്ന്. കുറച്ചുകൂടി കാത്തു നിന്ന് നോക്കാം, കുറഞ്ഞില്ലെങ്കിൽ പോകാം. പാത്തുമ്മ, അത്ര സമയം വെറുതെ വേദന സഹിക്കണ്ടേ? എന്തായാലും കാണിച്ചാലേ വേദന കുറയൂ. ആ, എന്നാ ഞാൻ പോയി കാണിച്ചിട്ട് വരാല്ലേ? നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. വേണ്ട വേണ്ട, നിന്റെ കാലം വെച്ചിട്ട് നീ വരണ്ട. ഞാൻ തന്നെ പോയി കാണിച്ചോളാം. നീ കൂടെ വന്നാൽ എന്റെ പല്ല് റെഡിയാകുമ്പോഴത്തേക്കും നിന്റെ കാല് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നീ വരണ്ട, ഞാൻ തന്നെ പോകാം. ആ ശരി, എന്നാ വേഗം പോയി കാണിച്ചിട്ട് വാ. പാവം പാത്തുമ്മ, നല്ലവണ്ണം പല്ല് വേദനയാവുന്നുണ്ട്. അതെ അതെ. ആ, വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. സിസ്റ്റർ? യെസ് സിസ്റ്റർ, ഇവിടെ പല്ലിന്റെ ഡോക്ടർ ഉണ്ടോ? ആ, ഉണ്ടല്ലോ. വെയിറ്റ് പ്ലീസ്. പല്ല് വേദന സഹിക്കുമ്പോഴാണോ ഇവൾ വെയിറ്റ് എത്ര കിലോ ഉണ്ട് എന്ന് ചോദിക്കുന്നത്? വെയിറ്റ് വെയിറ്റ് ഞാനിപ്പോ അടുത്തൊന്നും തൂക്കിയിട്ടില്ല. തൂക്കിയിട്ടില്ലെന്നോ? എന്ത് തൂക്കിയിട്ടില്ലെന്ന്? തൂക്കിയിടാൻ ഞാനെന്താ ചക്കയോ മാങ്ങിയോ വല്ലതുമാണോ? തൂക്കിയിട്ടില്ലെന്ന് ഉദ്ദേശിച്ചതേ ഞാൻ എന്റെ വെയിറ്റ് നോക്കിയിട്ടില്ല എന്നാ. ഹലോ മിസ്റ്റർ, ഞാൻ നിങ്ങളുടെ വെയിറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. ഡോക്ടറെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഇരിക്കണമെന്നാ. അതാണോ പറഞ്ഞത്? ഞാൻ വിചാരിച്ചു എന്റെ വെയിറ്റ് എത്രയാണെന്നാണ്. അത് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നോളാം. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. അയ്യേ, ഇതെന്ത് പെണ്ണുങ്ങളാ? എന്താ, എന്ത് പറ്റിയതാണ്? പല്ല് വേദനയുണ്ടോ? അതെന്ത് ചോദ്യാ ഡോക്ടർ? പല്ല് വേദനിച്ചിട്ട് വയ്യ. വാ വിളക്കൂ നോക്കട്ടെ. ആ ആ, ഓക്കെ മതി. പല്ല് മുഴുവൻ കേടുണ്ട്, പറിക്കേണ്ടി വരും. അല്ലോ, പറിക്കാനോ? എനിക്ക് പേടിയാ. പേടിക്കണ്ട. ഡോക്ടർ പറിക്കണ്ട, വല്ല മരുന്നും തന്നാ മതി. അത് പറ്റില്ല, പല്ലിന് നല്ല കേടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വേദന നിൽക്കില്ല. എന്റെ പഠിച്ചോനെ, ഇപ്പൊ എന്താ ചെയ്യാ? എന്താ, പല്ല് പറിക്കണ്ടേ? നിർബന്ധമാണെങ്കിൽ പറിച്ചോളൂ ഡോക്ടർ. ഓക്കെ, പല്ല് പറിക്കാൻ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതെന്താ? അപ്പോൾ ഡോക്ടർക്കറിയില്ലേ പല്ല് പറിക്കാൻ? അതല്ല, നിങ്ങളുടെ പല്ല് പറിച്ചിട്ട് തലകറങ്ങിയാൽ പിടിക്കാനാണ്. അല്ലോ, അപ്പൊ പല്ല് പറിച്ച തല കറങ്ങുമോ? എല്ലാവരുടെയും കറങ്ങില്ല, ചിലരുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്റെ പഠിച്ചോനെ, ഞാനിതെന്തൊക്കെ സഹിക്കണം? പേടിക്കണ്ട, ഞാൻ സൂക്ഷിച്ച് പറിച്ചോളാം. എന്നാ ശരി ഡോക്ടർ, തുടങ്ങിക്കോ ആക്രമണം. അയ്യോ, പല്ല് പറിക്കണ്ടായിരുന്നു. ഇതിപ്പം പല്ല് വേദനയുള്ളതിനേക്കാൾ വേദനയാ പറിച്ചപ്പോ. മര്യാദയ്ക്ക് സംസാരിക്കാനും പറ്റുന്നില്ല, വേദനയാവുന്നു. പാത്തുമ്മ, ഉറങ്ങുകയാണോ? എന്താ, എന്ത് പറ്റി പാത്തുമ്മ? മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ. പാത്തുമ്മ, പാത്തുമ്മ എന്താ ഒന്നും അനങ്ങാത്തത്? അയ്യോ, പാത്തുമ്മയുടെ സംസാര ശേഷി നഷ്ടപ്പെട്ടോ? മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുകയല്ലാണ്ട് എന്താ ഒന്നും സംസാരിക്കാത്തത്? എന്താടാ, എന്താടാ പ്രശ്നം? ഹോ, നീ പ്രശ്നം തീർക്കാൻ വന്നതാണോ? അല്ല അല്ല, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഞാൻ അത് നോക്കാൻ വന്നതാ. അതോ, ഞാൻ ഈ പാത്തുമ്മയോട് സംസാരിക്കുകയായിരുന്നു. പാത്തുമ്മ ഒന്നും സംസാരിക്കുന്നില്ല. ഒന്നും സംസാരിക്കുന്നില്ലെന്നോ? അതെന്താ, അതെന്ത് പറ്റി? അമ്മോ, എനിക്കറിയില്ല. നീ ഇങ്ങോട്ട് നിൽക്ക്, ഞാനൊന്ന് നോക്കട്ടെ. പാത്തുമ്മ, എന്ത് പറ്റി? പാത്തുമ്മ എന്താ ഒന്നും സംസാരിക്കാത്തത്? അയ്യോ, പാത്തുമ്മക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നിന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ പാത്തുമ്മയെ സംസാരിപ്പിക്കുമെന്ന്. ഞാനെന്ത് ചെയ്യാനാ? പാത്തുമ്മയല്ലേ സംസാരിക്കേണ്ടത്. അതിന് പാത്തുമ്മ സംസാരിക്കുന്നില്ലല്ലോ. പാത്തുമ്മ, പാത്തുമ്മ,
സംഭവിച്ചോ? അതെ അതെ, പാത്തുമ്മ എന്താ സംസാരിക്കാത്തത്? പാത്തുമ്മ മരിച്ചു പോയോ? ഒന്ന് പോടാ അവിടുന്ന്. പാത്തുമ്മ മരിച്ചിട്ടൊന്നുമില്ല. മരിച്ചയാൾ ശ്വാസം വലിക്കുമോ? അത് മാത്രമല്ല കണ്ണും തുറന്നു നിൽക്കില്ലല്ലോ. പിന്നെ പിന്നെ എന്താ പാത്തുമ്മക്ക് സംഭവിച്ചത്? നമുക്ക് മമ്മിയോട് പറഞ്ഞാലോ? അതെ, അതാ നല്ലത്. മമ്മി 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 ഒന്ന് ഓടി വാ. എന്താ 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 ഇവിടെ സംഭവിക്കുന്നത്? രണ്ടിനോടാ ചോദിക്കുന്നത്. എന്താ ഇവിടെ? അതെ അത് മമ്മി മമ്മി നമ്മുടെ പാത്തുമ്മ സംസാരിക്കുന്നില്ല. പാത്തുമ്മക്ക് എന്തോ സംഭവിച്ചു. പാത്തുമാക്ക് എന്ത് സംഭവിക്കാനാ? പാത്തു നോക്ക് മമ്മി, പാത്തുമ്മ അനങ്ങുന്നില്ല. പാത്തു നീ എന്താ ഡീ പാത്തു? നോക്ക് മമ്മി, കയ്യോണ്ടും കാലോണ്ടും ഗോഷ്ടി കളിക്കുകയല്ലാണ്ട് ഒന്നും അനങ്ങുന്നില്ല. ഹോ അതാണോ? അതെ, മമ്മിക്ക് എന്താ പേടിയാവുന്നില്ലേ? ഇല്ല മക്കളെ, അത് പാത്തുമാന്റെ പല്ലിന്ന് പറിച്ചതാണ്. പാത്തുമാക്ക് സംസാരിക്കാൻ പറ്റില്ല. അതാ നിങ്ങൾ ചോദിച്ചതിനൊന്നും മറുപടി അറിയാത്തത്. ഹോ, അപ്പൊ അതാണോ കാര്യം? അതെ അതെ. ശ്ശേ, ഞങ്ങൾ വെറുതെ പേടിച്ചു. പാത്തുമ്മക്കത് വായി തുറന്ന് പറഞ്ഞുകൂടെ? അതെങ്ങനെയാ മണ്ട വായി തുറന്ന് പറയുക? പണ്ടെന്നെ പല്ലല്ലേ പറിച്ചത്. ഹോ സോറി, ഞാനതത്ര ഓർമ്മിച്ചില്ല. പാത്തു നീ നല്ലവണ്ണം റെസ്റ്റ് എടുത്തോ. ഞാൻ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരാം. പല്ല് പറിച്ചാൽ അതിന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ മമ്മി? ആ, അവൾക്ക് ലേറ്റ് ആയിട്ട് വല്ലതും കഴിക്കാം. ഞാൻ വല്ല കഞ്ഞിയോ ജ്യൂസോ എന്തെങ്കിലും എടുത്തിട്ട് വരാം. എന്നാ വേഗം കൊണ്ടു കൊടുക്കും മമ്മി. പാത്തുമ്മക്ക് നല്ല ക്ഷീണം ഉണ്ടാകും. അതാ ഒന്നും സംസാരിക്കാൻ പറ്റാത്തത്. എന്റെ പൊന്നു മക്കൾക്ക് നല്ലോണം പാത്തുമ്മയോട് ഇഷ്ടമുണ്ടല്ലോ. അതെ മമ്മി, ഞങ്ങൾക്ക് പാത്തുമ്മയെ ഭയങ്കര ഇഷ്ടമാ. നീ കേട്ടോ പാത്തു മക്കള് പറയുന്നത്? നിന്നെ അവർക്ക് വലിയ കാര്യമാണെന്ന്. ഞാനെന്നാ പോയിട്ട് വല്ലതും കഴിക്കാൻ എടുത്തിട്ട് വരാം. പാത്തുമ്മ ഒന്നും സംസാരിക്കണ്ട കേട്ടോ. നല്ലോണം റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ പല്ല് പറിച്ചെടുത്ത് വീങ്ങും. അതെ അതെ, പാവം എന്തോരം കിസ്സകളുള്ളതാ. പക്ഷെ ഒന്നിനും പറ്റുന്നില്ലല്ലോ. സാരമില്ല കേട്ടോ, എല്ലാം വേഗം ശരിയാകും. വാ, നമുക്കപ്പുറത്തേക്ക് പോയാലോ? എന്നാ ശരി പാത്തുമ്മ, നല്ലോണം റെസ്റ്റ് എടുത്തോ. ഞങ്ങൾ പോന്നാ. മമ്മി എന്താടാ അപ്പുക്കുട്ട? മമ്മി എന്താക്കുകയാ? ജ്യൂസ് അടിക്കുകയാണോ? എനിക്കാണോ ജ്യൂസ് അടിക്കുന്നത്? അല്ലടാ മോനെ, ഇത് പാത്തൂനാ. അവളുടെ പല്ല് പറിച്ചോണ്ട് അവൾക്ക് ഞാൻ ജ്യൂസ് കൊടുക്കുകയാ. മമ്മി മമ്മി എന്റെ പല്ലും പറിക്കണം. അതെന്തിനാടാ മോനെ? നിന്റെ പല്ലിന് കേട് വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ പല്ലിന് വേദനയുണ്ടോ? ഇല്ല. പിന്നെന്തിനാടാ പല്ല് പറിക്കുന്നത്? എന്റെ പല്ല് പറിച്ചാൽ എനിക്കും ഇങ്ങനെയൊക്കെ കെയറിങ് കിട്ടില്ലേ? മമ്മി എനിക്കും ജ്യൂസ് ഒക്കെ അടിച്ചു തരില്ലേ? എന്തൊക്കെയാടാ നീ പറയുന്നത്? അല്ലെങ്കിൽ എന്താ, നിനക്ക് ജ്യൂസ് ഒന്നും കിട്ടാറില്ലേ? കിട്ടാറുണ്ട്, പക്ഷേ ഇങ്ങനെ സ്നേഹത്തോടെ കിട്ടില്ലല്ലോ. ഹോ, അവന്റെ ഒരു പൂതി. ഒന്ന് പോടെ ചെറുക്ക അവിടുന്ന്. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ. പ്ലീസ് മമ്മി, എന്റെ പല്ലും പറിച്ചതാ. നിന്നോടാ മിണ്ടാണ്ട് പോകാൻ പറഞ്ഞത്. പ്ലീസ് മമ്മി, എന്റെ പല്ലൊന്ന് പറിച്ചതാ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്റെ പല്ലല്ല ഞാൻ പറിക്കണം, നിന്റെ എല്ലാം ഞാൻ ഊരിയെടുക്കും. അയ്യോ, ചെറുക്കന്റെ ഓരോ പൂതികൾ. ആ ഉള്ള പല്ല് മര്യാദയ്ക്ക് തേച്ചില്ലെങ്കിൽ പല്ല് തനിയെ കെട്ടങ്ങ് പോകും. പിന്നെ ആരും പറിക്കേണ്ടി വരില്ല. ഇനി നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറിച്ചു തരാം നിന്റെ പല്ല്. നീ പോയി ആ സ്ക്രൂ ഡ്രൈവർ ഇങ്ങ് എടുത്തിട്ട് വാ. സ്ക്രൂ ഡ്രൈവറോ? അതെന്തിനാ? അത് നിന്റെ പല്ല് തുരന്നെടുക്കാൻ. എന്താ ചെയ്യട്ടെ ഞാൻ അങ്ങനെ? അയ്യോ വേണ്ടേ. എന്നാ ഇവിടുന്ന് ഓടിക്കോ. എപ്പോ ഓടിയെന്ന് ചോദിച്ചാ മതി. ഈ ചെറുക്കന്റെ ഓരോ കാര്യം എനിക്ക് വയ്യ. ബിറ്റന്നെ. ചേച്ചി, നീ എന്റെ വാട്ടർ കളർ കണ്ടോ? തുടങ്ങി. എല്ലാ ദിവസവും ഓരോന്ന് കളഞ്ഞിട്ട് എന്റെ മിക്കറ്റ് കയറാൻ വരും. നിന്റെ ഒരു കുന്തവും ഞാനൊന്നും കണ്ടില്ല. നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിന്റെ സാധനങ്ങളൊക്കെ ഞാനാണ് എടുക്കുന്നത്. നീ പോയി കുഞ്ചൂസിനോട് ചോദിക്ക്. അവൻ എടുത്തിട്ടില്ല. എനിക്ക് നിന്നെ തന്നെയാ സംശയം. നീ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചതാ. ആന്തടാ ചെറുക്ക, നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ എടുത്തിട്ടില്ല. നിന്റെ സാധനങ്ങളൊക്കെ ഞാനാണ് എടുക്കുന്നത്. അതെ അതെ, നീ ഇന്നലെ എന്റെ സ്റ്റഡി ടേബിളിന്റെ അടുത്ത് തിരിഞ്ഞു കളിക്കുന്നത് ഞാൻ കണ്ടു. കണ്ടെങ്കിൽ കണക്കായി പോയി. കണക്കല്ല, മലയാളം. നിന്നോടാ മര്യാദയ്ക്ക് ഇങ്ങ് തരാൻ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ബാഗ് ഇങ്ങോട്ട് എടുക്ക്. അത് ഞാനൊന്ന് പരതട്ടെ. അതിലുണ്ടാകും എന്റെ വാട്ടർ കളർ. അതിലുണ്ടാകും. എന്റെ അടുത്തൊന്നുമില്ല നിന്റെ ഈ വാട്ടർ കളർ. എനിക്കറിയാം നീ അത് എടുത്തിട്ടുണ്ടാവുമെന്ന്. സ്കൂളിലെ ജലച്ചായ മത്സരത്തിന് നിനക്ക് പെയിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ എന്റെ കളറായിരിക്കും എടുത്തത്. പിന്നെ എനിക്ക് നിന്റെ കളർ എടുത്തിട്ട് വേണ്ടേ മത്സരത്തിന് പോകാൻ? ഒന്ന് പോടായിരുന്നു.
നിന്നോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞത്. ഞാനിതൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ വന്നിരുന്നതാ. അപ്പോഴേക്കും വന്നോളൂ ഓരോന്നും പറഞ്ഞ്. എന്റെ അത് എടുത്തോ എന്റെ ഇത് എടുത്തോ എന്ന് ചോദിച്ച്. ആ ഞാൻ പോകാം, മര്യാദയ്ക്ക് എന്റെ കളർ തന്നാ ഞാൻ പോകാം. അതെന്താടാ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ എടുത്തിട്ടില്ല എന്ന്? എന്നാ നിന്റെ ബാഗ് കാണിച്ചതാ. നീയേ എന്റെ വാട്ടർ കളർ തന്നിട്ട് കഴിച്ചാ മതി ഇത്. ഡാ നിന്നോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞത്. ഇല്ല എന്റെ കളർ താ. അയ്യോ ഡാ നീ എന്റെ ലേസ് തള്ളിയിട്ടല്ലേ? അയ്യോടി ചേച്ചി, അതെന്നോട് അറിയാണ്ട് പറ്റിപ്പോയതാ, മനഃപൂർവ്വമല്ല. അല്ല നീ മനഃപൂർവ്വം തന്നെയാ. നീ മനഃപൂർവ്വം തന്നെയാ തള്ളിയിട്ടത്. നിന്റെ കളർ ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നീ ഇത് തള്ളിയിട്ടത്? അയ്യോടി സത്യമായിട്ടും ഇത് ഞാൻ മനഃപൂർവ്വം തള്ളിയിട്ടതല്ല, എന്നോട് പറ്റിപ്പോയതാണ്. നീ ഒന്നും പറയണ്ട, എനിക്കറിയാം. ഡി നീ കരയാതെ, എനിക്ക് എന്റെ വാട്ടർ കളർ വേണ്ട. പക്ഷേ എനിക്കെന്റെ ലേസ് വേണം. അതിനെന്താ, ഞാനിത് പെരക്കി നിനക്ക് ആ കവറിലിട്ട് തരാം. വേണ്ട വേണ്ട, അത് മുഴുവൻ അഴുക്കായിക്ക്. എനിക്ക് പുതിയത് വേണം. കുറെ നേരം വരെ രണ്ടിന്റെയും ഇഞ്ചില് കേൾക്കുന്നു. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നവുമില്ല മമ്മി. ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാഞ്ഞിട്ടാണോ ഇവളെ കിടന്നിങ്ങനെ മോങ്ങുന്നത്? എന്താടി പിങ്കി, എന്താ പ്രശ്നം? നോക്ക് മമ്മി, ഇവൻ എന്റെ ലേസ് താഴെ തള്ളിയിട്ടു. ഡാപ്പുസേ, എന്തിനാടാ നീ അങ്ങനെ ചെയ്തത്? മമ്മി ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ എന്റെ വാട്ടർ കളർ എവിടെയാണെന്ന് ഇവളോട് ചോദിച്ചത്. എന്റെ വാട്ടർ കളർ ഇവൾ എടുത്തു, അതെനിക്ക് വേണം. ഞാൻ എടുത്തത് നീ കണ്ടോടാ. നീ അല്ലാതെ എന്റെ സാധനം പിന്നെ ആരും എടുക്കില്ല, നീ തന്നെയാ എടുത്തത്. ഇനി ഞാൻ എടുത്താൽ തന്നെ ഇവൻ എന്റെ ലേസ് തള്ളിയിട്ടുണ്ടല്ലോ മമ്മി. മമ്മി അതിന് ഞാൻ മനഃപൂർവ്വം ലേസ് താഴെ തള്ളിയിട്ടതല്ല, അതെന്നോട് അറിയാണ്ട് പറ്റിപ്പോയതാണ്. എനിക്ക് എന്റെ വാട്ടർ കളർ വേണം. എനിക്ക് നാളെ പടം വരയ്ക്കാനുള്ളതാണ്. ഇതൊക്കെ അവന്റെ അടവാ മമ്മി. എന്റെ ലേസ് തള്ളിയിട്ടതിന് അവനെ ചീത്ത പറയുന്നതിന് അവൻ കരഞ്ഞ് അഭിനയിക്കുകയാ. നീ പോടി അവിടുന്ന്. മമ്മി അവൾ വാട്ടർ കളർ എടുത്തിട്ടില്ലെങ്കിൽ അവളുടെ ബാഗ് ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ അതിലുണ്ടോ എന്ന്. എന്റെ ബാഗ് തൊട്ട നിന്നെ കൊല്ലും ഞാൻ. കണ്ടോ കണ്ടോ, അപ്പൊ കളർ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ ഉണ്ട്, പക്ഷെ നിനക്ക് ഞാനത് തരുന്നില്ല. കണ്ടോ മമ്മി, അവളുടെ അടുത്തുണ്ട് എന്റെ കളർ. നിന്റെ കളർ ഞാൻ തരാം, നീ ഇങ്ങോട്ട് വാ. മേലാല് ഭക്ഷണ സാധനം താഴെ തള്ളിയിടരുത്. അയ്യോ മമ്മി വേദനിക്കുന്നു. വേദനയാവാൻ വേണ്ടിയിട്ട് തന്നെയാ നുള്ളിയത്. അയ്യോ മമ്മി വീട്, എനിക്ക് വേദനിക്കുന്നു. കിട്ടിയാ പോരാ, കിട്ടണം മമ്മി. ഒരു മമ്മിയും കമ്മിയും ഇല്ല. നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, തൊട്ടതിനും എടുത്തതിനും കൂടി അടികൂടാൻ നിൽക്കരുതെന്ന്. ഒരു വസ്തുവും പറഞ്ഞാൽ അനുസരിക്കത്തുമില്ല. ഇനി നീ ഇങ്ങോട്ട് വാ. അയ്യോ ഞാനോ? അതെന്തിനാ മമ്മി? അതെ, നിനക്ക് ഞാനൊരു മുത്തം തരാൻ. വേണ്ട വേണ്ട, എനിക്കറിയാം മമ്മിയുടെ മുത്തം എങ്ങനെയായിരിക്കുമെന്ന്. എന്നെ നുള്ളാനല്ലേ? എനിക്ക് മനസ്സിലായി, ഞാൻ വരില്ല. സത്യമായിട്ട് ഞാൻ എടുത്തില്ല മമ്മി ഇവന്റെ കളർ. വേണമെങ്കിൽ മമ്മി എന്റെ ബാഗ് ചെന്ന് നോക്ക്. ഇവൻ വെറുതെ നുണ പറയുകയാ. അല്ല മമ്മി, ശരിക്കും എന്റെ കളർ കാണുന്നില്ല. ബാപ്പുസേ, ഇതാണോ നിന്റെ വാട്ടർ കളർ? അതെ അതെ, ഇത് തന്നെ എന്റെ വാട്ടർ കളർ. ഇതിപ്പോ എവിടുന്ന് കിട്ടി നിനക്ക്? ഇവളുടെ ബാഗിൽ നിന്നാണോ? അല്ല, ഇത് നിന്റെ ബാഗിൽ നിന്ന് തന്നെ കിട്ടിയതാ. എന്റെ ബാഗിൽ നിന്ന് തന്നെയോ? അതെങ്ങനെ അവിടെ എത്തി? അതെ, നടന്നു പോയതായിരിക്കും. അല്ല, ഞാൻ ശരിക്കും ചോദിക്കുകയാ, ഇതെങ്ങനെ എന്റെ ബാഗിലെത്തി? ഇത് നിന്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു, അടിയിലത്തെ കള്ളിയിൽ. പക്ഷെ നീ ആ കള്ളി നോക്കിയില്ല. കണ്ടോ മമ്മി, ഇത്ര നേരം ഇവൻ വെറുതെ അടികൂടിയതല്ലേ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ മമ്മി. അവന്റെ ഒരു അബദ്ധം നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വാടാ. അമ്പട പുളിസോ, എന്നെ കിട്ടില്ല. എന്റെ കളർ ഇങ്ങോട്ട് താ, ഞാൻ പോയി കളർ ചെയ്യട്ടെ. വെറുതെ എന്റെ ലേസും താഴെ തള്ളിയിട്ടു. എനിക്ക് വേണം എന്റെ ലേസ്. മതി മതി, ഇനി അതിന്മേൽ പിടിച്ച് തൂങ്ങാൻ നിൽക്കണ്ട. നിന്റെ ലേസ് ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്നാലേ എനിക്കും വേണം ലേസ്. ഇനി നീ ഒരു പ്രശ്നവും കൊണ്ടുവാ. ഇനി നിന്റെ പ്രശ്നം തീർക്കാം ഞാൻ. മിണ്ടാതെ ഇവിടെ ഇരുന്നോളണം. ആരും തിന്നണ്ട. ലേസും വേണ്ട, കുയിസും വേണ്ട, ഒന്നും വേണ്ട. മര്യാദയ്ക്ക് രണ്ടക്ഷരം എടുത്ത് പഠിക്ക്. ബുക്ക് എടുത്തിട്ട് വാ. അയ്യോ മമ്മി, എനിക്ക് ലേസ് വേണ്ട. എനിക്കും വേണ്ട. അതാ നിങ്ങൾക്ക് നല്ലത്. എല്ലാം പോയി. മനുഷ്യ, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ? ഒരു ഭാഗത്ത് കുട്ടികളുടെ പ്രശ്നം, ഒരു ഭാഗത്ത് വീട്ടു ജോലി. പണിയെടുത്ത് ഞാൻ മടുത്തു. എന്റെ കമലെ, നീ എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ ചൂടാവുന്നത്? പിന്നെ ചൂടാവാണ്ട്? പിള്ളേരുടെ തർക്കം തീർക്കാനേ എനിക്ക് നേരമുള്ളൂ. അതിന്റെ പുറമെ ഇവിടുത്തെ ഓരോ ജോലികളും.
എടി അതിനല്ലേ നിനക്ക് ഞാൻ ഒരാളെ ജോലിക്ക് വെച്ച് തന്നത്. അവളെവിടെ പാത്തു? അവള് മാർക്കറ്റിൽ പോയിരിക്കുകയാ. നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചുകൂടെ? പിന്നെ എനിക്ക് ആകെ ഒരു സൺഡേ ലീവുണ്ട്. അന്ന് ഞാൻ നിന്നെ സഹായിച്ചു കുത്തിരിക്കാം. ആഹാ, നിങ്ങൾക്ക് സൺഡേ എങ്കിലും ലീവുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴാ ഉള്ളത്? ആഴ്ചയിൽ മുഴുവൻ ദിവസവും ഞാൻ തന്നെ പണിയെടുക്കണ്ടേ? നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ? എടി ഇതൊക്കെ കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ കാര്യമാ. ആഹാ, ആണുങ്ങൾ എടുത്താൽ എന്താ തയഞ്ഞു പോകുമോ? ആണുങ്ങൾക്ക് ഈ പണിയൊന്നും പാടില്ല എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് മടുത്തു. കൂടുതൽ എന്നെ കൊണ്ട് ജോലി എടുപ്പിച്ചാലേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ആ അതാ നിനക്ക് നല്ലത്. ഹാ, നിങ്ങൾ ഇപ്പൊ അങ്ങനെയൊക്കെ പറയും. ഞാനങ്ങ് പോകുമ്പോൾ അറിയാം അതിന്റെ വിഷമം. ഞങ്ങൾക്കൊരു വിഷമവുമില്ല. നീ പോകുന്നുണ്ടെങ്കിൽ പോട്. ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിനികിനി പറഞ്ഞോണ്ട് നിൽക്കണ്ട. എനിക്ക് നിന്റെ ഈ കിനികിനിച്ചൽ കേൾക്കണ്ട. രാവിലെ തന്നെ വന്നോളും അവൾ ഓരോ പ്രശ്നവും കൊണ്ട്. നിന്റെ ഈ നൊടിച്ചൽ കേൾക്കണ്ടെന്ന് കൊണ്ടാ ഞാൻ നിനക്ക് ഒരാളെ ജോലിക്ക് വെച്ച് തന്നത്. ഇപ്പൊ അതും പോരാഞ്ഞിട്ട് അവൾ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല, പറ്റില്ല. ഓഫീസിലത്തെ വർക്ക് തന്നെയുണ്ട് ഇഷ്ടം പോലെ. അതിന്റെ പുറമെ അവളുടെ ഓരോ വീട്ടുജോലിയും. എനിക്കറിയാം, ഓഫീസിലത്തെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ ഫോണിൽ കുത്തി കളിക്കാനല്ലേ? കണ്ട വാട്സപ്പും ഫേസ്ബുക്കും ഓണാക്കി അതിൽ തീർക്കും സമയം മുഴുവൻ. നിന്റെ പറച്ചൽ കേട്ടാൽ തോന്നും നിനക്ക് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ല എന്ന്. എനിക്ക് ഉണ്ടെങ്കിലും എന്താ, ഞാൻ മുഴുവൻ സമയമൊന്നും അതിൽ നിന്നും കുത്തി കളിക്കുന്നില്ലല്ലോ. നിങ്ങളെ ഏത് നേരം നോക്കിയാലും അതിൽ തന്നെയാണല്ലോ. ഞാനേ എന്റെ വീട്ടിലത്തെ പണി മുഴുവൻ കഴിഞ്ഞിട്ട് അതിലൊന്ന് നോക്കുന്നത് തന്നെ. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എന്തോരം ഫ്രണ്ട്സ് ഉള്ളതാ അതിൽ. പക്ഷേ ഞാൻ ഏത് നേരം അതിൽ തന്നെ സമയം ചെലവിടുന്നില്ല. ആ പിന്നെ പറഞ്ഞാലും മതി. നീ അല്ലേടി എന്നേക്കാൾ കൂടുതൽ സമയം അതിൽ ചെലവഴിക്കുന്നത്. അവളുടെ ഒരു സ്കൂൾ ഗ്രൂപ്പ് വേറത്, അയൽക്കൂട്ടം ഗ്രൂപ്പ് വേറത്. ഏതൊക്കെ ഗ്രൂപ്പാ നിനക്കുള്ളത്? ഇതൊന്നും പോരാഞ്ഞിട്ട് പരദൂഷണ ഗ്രൂപ്പ് വേറെയും. ആഹാ, അത് പിന്നെ. ആ ഒരത് പിന്നെയുമില്ല. എനിക്കറിയാം നിന്റെ സ്വഭാവം. ആഹാ, അങ്ങനെ നോക്കുന്നാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1-ാം ക്ലാസ്സിലത്തെ ഗ്രൂപ്പ് മുതൽ 10-ാം ക്ലാസ്സിലത്തെ ഗ്രൂപ്പ് വരെ ഇല്ലേ നിങ്ങൾക്ക്? ഉണ്ട്. അതിനെന്താ? ഞാനേ നിന്നെ പോലെ മുഴുവൻ സമയവും അതിൽ തന്നെ ചെലവഴിക്കുന്നില്ല. നിങ്ങൾ തർക്കിക്കാൻ തന്നെ നിന്നതാണോ ഇന്ന്? ഞാനാണോ തർക്കിക്കുന്നത്? നീയല്ലേ ഓരോന്നും കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? നിന്നോടല്ലേ പറഞ്ഞതില്ല എന്ന്. എനിക്ക് പറ്റില്ല. ശരി, എന്നാൽ ഞാൻ മുഴുവൻ ജോലിയും ചെയ്യാം. ഇന്ന് സൺഡേ അല്ലേ? ഇന്ന് നമുക്കൊന്ന് പുറത്തു പോയാലോ? ഇല്ല, അതും പറ്റില്ല. എനിക്ക് ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ പാർട്ടി ഉണ്ട്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് പാർട്ടിക്ക് പോകാമല്ലേ? ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ പുറത്തു വരാനാ ബുദ്ധിമുട്ടില്ലേ? എടി കമലെ, എനിക്ക് വല്ലപ്പോഴും ഒരു ലീവ് കിട്ടുന്നത്. അപ്പോൾ ഞാനൊന്ന് പുറത്തു പോകുന്നതിൽ അതിൽ എന്താ തെറ്റുള്ളത്? അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹവുമില്ല എന്ന്. അപ്പുറത്തെ വീട്ടിലെ സുമേഷിനെയും സുമയും കണ്ടു പഠിക്കും. അവരെപ്പം നോക്കിയാലും പുറത്തു പോകും ഒരുമിച്ച്. ആ വീട്ടിലത്തെ പകുതിയിലധികം ജോലി ചെയ്യുന്നതും അവനാ. എന്റെ ഒരു തലവിധി, അല്ലാണ്ട് എന്താ? ഡി നിനക്കിപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യണം, അതല്ലേ ഉള്ളൂ? ഞാൻ ചെയ്യാം. എന്നാലും നിന്റെ ഈ പരാതിപ്പെട്ടി ഒന്ന് നിർത്ത്. വേണ്ട വേണ്ട, ആരും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ജോലിയും ചെയ്ത് കൂലിയും ഇല്ലാണ്ട് ഞാൻ തന്നെ നടന്നോളാം ഇവിടെ. ഹോ, മനുഷ്യനൊരു സ്വസ്ഥതയും തരില്ലെന്ന് തീരുമാനിച്ചതാ നീയല്ലേ? ആയിക്കോട്ടെ, ഇപ്പൊ അങ്ങനെയായില്ലേ? ഞാനല്ലേ സ്വസ്ഥത തരാത്തത്? എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹവുമില്ല. അപ്പുറത്തെ വീട്ടിലെ സുമേഷിനോടാ സുമ ഇത് പറഞ്ഞെങ്കിൽ അവൻ എപ്പോഴാ റെഡി പുറത്തൊക്കെ പോകാൻ? സുമ പറയുന്നതിന്റെ അപ്പുറം ഇപ്പുറം നീങ്ങില്ല സുമേഷ്. ഈ സുമേഷിനെയും കൊണ്ട് വലിയ ശല്യമായല്ലോ. അതിന്റെ ഇടയ്ക്ക് നിന്റെ ഈ പരാതിപ്പെട്ടി തുറന്നാൽ അതിനൊരു പരിഹാരം കാണാനും എന്നെ കിട്ടില്ല. നിനക്ക് വയ്യാത്തത് കൊണ്ട് ഞാനൊരു ജോലിക്കാരിയെ വെച്ച് തന്നിട്ടുണ്ട്. നിന്നോട് ഈ വീട്ടിലത്തെ ജോലി മുഴുവൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? മനസ്സിലായി. എല്ലാ ദിവസവും ജോലിയും കഴിഞ്ഞു വരുന്ന ഭർത്താക്കന്മാരെ സ്നേഹിക്കൽ ഭാര്യമാരുടെ കടമയാണ്. അല്ലാതെ ഇങ്ങനെ കടന്നൽ കുത്തിയ മുഖം പോലെ മുഖം വീർപ്പിച്ച് നിൽക്കുകയല്ല വേണ്ടത്. നിന്നോടാ പറയുന്നത്. നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെന്താ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ചിരിച്ചനെ. നിന്നോടാ പറഞ്ഞത്. ആ പോരട്ടെ ചിരി. ആ ഞാനൊന്ന് കാണട്ടെ നിന്റെ ചിരി. മര്യാദക്കൊന്ന് ചിരിക്കടി. മതിയോ? ആ മതി മതി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഇന്ന് നൈറ്റിൽ ഒരു ഡിന്നറിന് പോകാം. എന്റെ ഫ്രണ്ട്സിന്റെ പാർട്ടി വൈകുന്നേരമാണ്. അതും കഴിഞ്ഞ് ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. എന്താ, സന്തോഷമായില്ലേ? പിന്നെന്താ സന്തോഷമായി. ഹോ, അത് പറഞ്ഞപ്പോൾ എന്താ അവളുടെ ഒരു ചിരി. പാത്തുവിനെയും കൂട്ടിക്കോ, നമുക്ക് ഒരുമിച്ച് പോകാം. ഓക്കെ സുഖുവേട്ടാ. അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്. എന്താടാ കുഞ്ചുസേ, നിനക്ക്
എന്താടി ഇവിടുന്ന് ഒരു തിരിഞ്ഞു കളി? തിരിഞ്ഞു കളിയോ? എന്ത് തിരിഞ്ഞു കളി? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. നീ മുറ്റത്ത് നിന്ന് കുറെ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തുന്നു. ഹോ അതോ, അത് ഞാൻ ചെടികളെയൊക്കെ ഒന്ന് നോക്കുകയാ. ചെടികളെ നോക്കാൻ? അത് ഈ ചെടികൾക്ക് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല, വെറുതെ നോക്കുന്നതാ. നീ എന്താടി അങ്ങോട്ട് നോക്കുന്നത്? ഒന്നുമില്ല. ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ ചെടി? ഏത്? എനിക്കെല്ലാം മനസ്സിലായി. നീ മുറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തുന്നത് ഇവനെ കാണാനല്ലേ? ഒന്ന് പോടാ അവിടുന്ന്, വെറുതെ ഓരോന്ന് പറയാണ്ട്. ഹായ് ഹായ്. എന്തൊക്കെയാ, സുഖം തന്നെയല്ലേ? അതെ. നീ എന്താ ഇവിടെ? ഞാൻ ചുമ്മാ ഇതിലോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് കയറിയതാ. നിനക്ക് എപ്പോഴും ചുമ്മാ ഇതിലോട്ട് പോകുമ്പോൾ ഇവിടെ കയറലാണോ പണി? എപ്പോഴും ഇങ്ങോട്ട് ചുമ്മാ കയറാൻ ഇവിടെ എന്താ പൂവൻ കായി ഇരിഞ്ഞു വെച്ചിട്ടുണ്ടോ? കുഞ്ചുസ, നീ ഒന്ന് മിണ്ടാതിരി. നീ മിണ്ടാതിരി. ഞാൻ ഇവനോടാ പറയുന്നത്, അതിന് നിനക്കെന്തിനാ ചൂടാവുന്നത്? അതല്ലടാ, നീ വെറുതെ അവനോട് ചൂടാവാൻ നിൽക്കണ്ട. ചൂടാവും, അതിന് നിനക്കെന്താ? നീ വെറുതെ അവന്റെ മുന്നിൽ വെച്ചെന്നെ നാണം കെടുത്താതെ. ഇവനെന്തിനാ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത്? ഞാൻ പിങ്കിയെ കാണാൻ വരുന്നതാ. അയ്യോ, എന്നെ കാണാനോ? അതെന്തിനാ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണുന്നത്? വെറുതെ ഒരു രസം. അത്രക്കങ്ങ് രസം വേണ്ട. നിങ്ങൾ ദിവസവും സ്കൂളിൽ വെച്ച് കാണുന്നില്ലേ, പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വന്ന് എന്ത് കാണാനാ? ജിമ്മി, നീ എന്തെങ്കിലും എന്നോട് പറയാൻ വന്നതാണോ? ഹേയ് അല്ലടി, ഞാൻ വെറുതെ നിന്നെ കാണാൻ വന്നതാ. ഓഹോ, അപ്പൊ നീ വീണ്ടും വന്നോ? ആ വന്നു. നീ വീണ്ടും പിങ്കിയെ കാണാൻ വന്നതായിരിക്കും. എന്താ, നിങ്ങൾ തമ്മിൽ ലവ് ആണോ? അവൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ആഹാ, അതൊക്കെ എന്നോട് പറയാ. നീയാരാ? നീയേ എന്റെ ഇളയതാ, അല്ലാണ്ട് എന്റെ മൂത്തതല്ല. ഓൻ ഭരിക്കാൻ വരുന്നു. ഇങ്ങോട്ട് മാറി നിക്കണ ചെറുക്ക. കുറെ നേരമായി അവൻ അവിടെ നിന്ന് പ്രസംഗിക്കുന്നു. എന്നോടാ പറഞ്ഞത് ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ഇവിടെയുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം. വേഗം വിട്ട് അകത്തേക്ക്. ആഹാ, നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നീയേ പെണ്ണ, ഞങ്ങളാണും. ഹോ, ഒരു വലിയ ആണുങ്ങൾ വന്നിരിക്കുന്നു. ചെറുക്ക, നിന്നോട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്, പിങ്കി കുങ്കി എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ സ്കൂളിൽ വെച്ച് പറഞ്ഞാൽ മതി. അല്ലാണ്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്ന് വിശദീകരിക്കണമെന്നില്ല. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ആവശ്യത്തിലേറെ ചിന്തിക്കാൻ എനിക്ക് വേറെ കാര്യമുണ്ട്. അതേ കാര്യം? ഞാൻ പഠിപ്പിന്റെ കാര്യമാ ഉദ്ദേശിച്ചത്. ഹോ അതാണോ? ഇനി മേലാൽ നീ ഇങ്ങോട്ട് വന്ന് പിങ്കിയെ കാണാൻ വന്നതാ കുങ്കിയെ കാണാൻ വന്നതാ എന്ന് പറ. നീ വേണമെങ്കിൽ മങ്കിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. മിണ്ടാതെ കാരി പോകാനാ പറഞ്ഞത് രണ്ടിനോടും. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വലിയ ആൾക്കാർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കാരി വന്ന് സംസാരിക്കരുതെന്ന്. അതിനിപ്പം ഇവിടെ വലിയ ആൾക്കാർ ഇല്ലല്ലോ. അതെന്താ, ഞാൻ നിങ്ങളുടെ മൂത്തതല്ലേ? ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. കൂടുതൽ അഭിപ്രായം ഇങ്ങോട്ടേക്ക് വേണ്ട. നിന്നോട് കൂടിയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാ മതി. നീ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. സോറി പിങ്കി. എന്നാ ശരി, ഞാൻ പോകുകയാ. ഇനി നിങ്ങളോട് പ്രത്യേകിച്ച് പറയണോ പോകാൻ? അയ്യോ വേണ്ടയേ, ഞങ്ങളും പോവുകയാ. എല്ലാരും പോയോ? ജിമ്മി എന്തിനാ വന്നതെന്ന് അറിഞ്ഞില്ലല്ലോ. ആ നാശം പിടിച്ച പിള്ളേരുള്ളത് കൊണ്ട് ഒന്നും ചോദിക്കാനും പറയാനും പറ്റിയില്ല. വെറുതെ പിള്ളേരെ പേടിച്ചിട്ട് അവനോട് ദേഷ്യം കാണിച്ചു. എന്തിനാ വന്നതെന്ന് ചോദിക്കാമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി പിള്ളേര് പറഞ്ഞതുപോലെ ശരിക്കും അവൻ എന്നോട് ഇഷ്ടമാണോ? ക്ലാസ്സിലേക്ക് പോകാൻ വയ്യ. ജിമ്മിയെ എങ്ങനെ ഫേസ് ചെയ്യും? ഇന്നലെ അവനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. പറ്റിപ്പോയി. ഇനി എന്ത് ചെയ്യും? ആകെ നാണക്കേടായി. പിങ്കി, എന്താടി ചിഞ്ചു? നിന്റെ മുഖമെന്താടി വല്ലാണ്ടിരിക്കുന്നത്? എന്ത് പറ്റി? ഹേയ്, അതൊന്നുമില്ലടി. ഒന്നുമില്ലാതെ നിന്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കില്ലല്ലോ. എന്തോ ഉണ്ട്. നീ എന്നോട് പറ. അതൊന്നുമില്ലടി. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, പിന്നെ എന്താ നിനക്ക് പറയുന്നതിന്? ഇനി വല്ല പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നീ പറയണ്ട.
ഹേയ്, അങ്ങനെയൊന്നുമില്ലടി. അതില്ലേടി, ഇന്നലെ എന്റെ വീട്ടിൽ ജിമ്മി വന്നു. ജിമ്മിയോ? എന്തിന്? അവൻ എന്നെ കാണാൻ വന്നതാണെന്നാ പറഞ്ഞത്. അതിനെന്താ? പക്ഷേ അവൻ വന്നത് കുഞ്ചുസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്തൊക്കെയോ അവനെ പറഞ്ഞു. ഞാനും കുറെ ചീത്ത പറഞ്ഞു. ഇനി ഞാൻ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും? ഹോ, അതാണോ കാര്യം? അതേടി, എനിക്ക് നാണിക്കേടാവുന്നു അവനെ ഫേസ് ചെയ്യാൻ. നീ വിഷമിക്കേണ്ടടി, അവൻ ഇന്ന് ആബ്സെന്റ് ആണ്. ആണോ? അവൻ ഇന്ന് വന്നില്ല അല്ലേ? എടി, ഇനി അവൻ ഞാൻ ചീത്ത പറഞ്ഞത് കൊണ്ടാണോ വരാത്തത്? അല്ലടി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ അവൻ ഇന്ന് ആബ്സെന്റ് ആയത്? അതെങ്ങനെ എനിക്കറിയാ? ഞാനെന്താ അവന്റെ വീട്ടിൽ നിന്നാ വരുന്നത്? ബേബി നോക്ക്, ജിമ്മി ആബ്സെന്റ് ഒന്നുമല്ല, അതാ അവൻ വരുന്നു. എന്ത്? ജിമ്മി വരുന്നുണ്ടെന്നോ? അതെ, അതാ അവൻ. ഹായ്. ഹായ്. ഞാൻ പിങ്കിയോടാ പറഞ്ഞത്. ഡി, അവൻ നിന്നോടാലോ ഹായ് പറഞ്ഞത്. ഹായ്. എന്തൊക്കെയാ പിങ്കി, സുഖം തന്നെയല്ലേ? അതെ. ഡാ ജിമ്മി, ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ അറിയാണ്ട് ചീത്ത പറഞ്ഞതാണ് നിന്നെ. ഹോ, അത് സാരമില്ല പിങ്കി, ഞാനത് അപ്പോഴേ മറന്നു. നീ മറന്നോ? താങ്ക് യു. ഡാ ജിമ്മി, നീ എന്തെങ്ങനെ ലേറ്റ് ആയത്? അതെനിക്ക് ബസ് കിട്ടാൻ വൈകി, അതാ ഞാൻ ലേറ്റ് ആയത്. ഹോ, ഞങ്ങൾ വിചാരിച്ചു നീ ഇന്ന് ആബ്സെന്റ് ആണെന്ന്. ഡാ ജിമ്മി, നീ നിന്റെ സ്ഥലത്ത് പോയിരുന്നോ? മിസ് ഇപ്പോൾ വരും. ഡാ ജിമ്മി, നീ വന്നേരെ അങ്ങോട്ടാണല്ലോ നോക്കി നിൽക്കുന്നത്. ഒന്ന് ഇങ്ങോട്ട് നോക്കടാ. ഹോ, നോക്കാൻ പറ്റിയ ഒരു മുഖം. ഇങ്ങോട്ട് നോക്കി നിന്നിട്ട് എന്ത് കിട്ടാനാ? നിനക്ക് അങ്ങോട്ട് നോക്കി നിന്നിട്ട് എന്ത് കിട്ടാനാ? കുന്തം. എനിക്കെല്ലാം മനസ്സിലായി, നിനക്ക് പിങ്കിയോട് ലവ് ആണല്ലേ? ഒന്ന് പോടാ അവിടുന്ന്, ഞാൻ അവളുടെ ഫ്രണ്ടാണ്. ആ നടക്കട്ടെ നടക്കട്ടെ. നീ വെറുതെ വേണ്ടാത്തോരോന്ന് പറയണ്ട. അതെങ്ങാൻ അവളെ കേട്ടാൽ പിന്നെ അത് മതി. ഡാഡി, മിസ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് കുട്ടികളെ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? യെസ് മിസ്. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളത്തിലെ ചാപ്റ്റർ ആണ്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഡിഫറൻസ് പഠിച്ചു വരാൻ? യെസ് മിസ്, പറഞ്ഞു. ഹാ, എങ്കിൽ പറ, കാക്കയും കൊക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മിസ്, എനിക്കറിയാം, ഞാൻ പഠിച്ചതാണ്. ഓക്കെ പിങ്കി പറയൂ. അതെ, കാക്കയ്ക്ക് കൊക്കുണ്ട്, പക്ഷേ കൊക്കിന് കാക്കയില്ല. അതാണ് വ്യത്യാസം. എന്തുവാടി ഈ പറയുന്നത്? ഒരു വസ്തുവും വീട്ടിൽ നിന്ന് പഠിക്കത്തില്ല, ഇവിടെ വന്ന് വളവളാന്ന് ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കും. അയ്യോ, നാളെ വരുമ്പോൾ 25 പ്രാവശ്യം എഴുതിയിട്ട് വന്നാൽ മതി. വെറുതെ ആൻസർ പറഞ്ഞു. സാരമില്ല പിങ്കി, നിനക്ക് ഞാൻ എഴുതി തരും. നീ എന്തിനാ എനിക്ക് എഴുതി തരുന്നത്? എനിക്ക് എഴുതാനേ കൈയുണ്ട്, നിന്റെ ആവശ്യമില്ല. ഹോ, ഒരു വലിയ സഹായി വന്നിരിക്കുന്നു. ആദ്യം നീ പഠിക്ക്, എന്നിട്ട് എന്നെ പഠിപ്പിച്ചാ മതി. നീ എന്തിനാടി ടീച്ചറോടുള്ള ദേഷ്യം അവനോട് തീർക്കുന്നത്? അല്ല പിന്നെ. നിനക്ക് കിട്ടിയാൽ പോരാ, ചമ്മി നാറിയില്ലേ?